ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ. ഏവർക്കും അസാപ് കേരള സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ഈ വെബിനാറിലേക്ക് ഹാർദവമായ സ്വാഗതം. തൊഴിൽക്ഷമത നിലനിർത്താൻ മാറ്റങ്ങൾക്കനുസൃതമായ നൈപുണികളും വ്യക്തിത്വ സവിശേഷതകളും നാം ആർജിക്കേണ്ടതാണ്. പഠനത്തോടൊപ്പം ഇത്തരം വിഷയങ്ങളിലും വിദഗ്ധ പരിശീലനം നൽകുന്നതിനായി 2012 തന്നെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു വരുന്ന നൈപുണ്യ പരിശീലന പരിപാടിയാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അഥവാ അസാപ്. ഭാഷയുടെ അതിർവരമ്പുകളെ അതിജീവിച്ച് വിദേശ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ പോലും നമുക്ക് അനുകൂലമാക്കുവാൻ അസാപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഉദ്യമമാണ് ഓൺലൈൻ ബഹുഭാഷാ പരിശീലനം. ഇതിലൂടെ ജാപ്പനീസ്, ഫ്രഞ്ച്, ജർമ്മൻ എന്നീ ഭാഷകളിൽ ആദ്യഘട്ടത്തിൽ പരിശീലനം ലഭ്യമാവും. ഇന്ന് നമുക്ക് ഈ സെഷനിലൂടെ ജാപ്പനീസ് കോഴ്സിനെ കുറിച്ചും ഭാഷയെക്കുറിച്ചും കൂടുതൽ അറിയാം. ജാപ്പനീസ് ഭാഷയെക്കുറിച്ചും അവിടുത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനുമായി നമ്മോടൊപ്പം ഇന്നൊരു അതിഥി കൂടി ഉണ്ട്. കഴിഞ്ഞ 9 കൊല്ലമായി ജപ്പാനിൽ നേവൽ ആർക്കിടെക്റ്റായി വർക്ക് ചെയ്യുന്ന ശ്രീ അജയ് ടി പീതാംബരൻ. ഹാർട്ടി വെൽക്കം ടു യു സർ. Before handing over the space Thank you, sir. Before handing over the space to our speaker, I believe it's my privilege and responsibility to introduce him to our viewers. Mr. Ajay T. Pidambaran, born in Perindalmanna of Malappuram district, completed his schooling from Sri Valluvanadu Vidya Bhavan, Perindalmanna. After pursuing his BTech in Naval Architecture and Shipbuilding from Cochin University of Science and Technology, he was recruited to Class NK based in Tokyo by campus placement at Mumbai. Now, he is a naval architect, ship surveyor and auditor at Class NK Head Office, Tokyo. He is also serving an additional role in the Malayali community in Japan as overall operating team member for Nihon Kairali. Now let us welcome our beloved speaker, Mr. Ajay T. Pidambaran, to share his experiences on his journey till date, and most importantly, introduce us to Japan, its language, culture, and opportunities. Over to you, sir. So, thank you, Anjali, for the introduction. So, as she said, myself, Ajay Pidambaran, and before starting my talk, എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ആക്ച്വലി അസാപ്പിനോടും ഇത്രയും പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംമാതിരി പേര് ജോലിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് പ്ലാറ്റ്ഫോം ഫോർ എവ്രി വൺ. അതായത് പ്രത്യേകിച്ച് വിദേശങ്ങളിലോട്ടൊക്കെ പോകാനും ഇതുപോലത്തെ ഇപ്പൊ ജർമ്മനി, ഫ്രഞ്ച്, അതുപോലെ ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഇപ്പൊ ദുബായിലോട്ടൊക്കെ പോകാൻ കുറച്ച് എളുപ്പമായിരിക്കും. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കൊടുക്കുന്ന അസാപ്പിനും എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. സോ ബിഫോർ സ്റ്റാർട്ടിങ് ആസ് ഷീ സെഡ്, ഞാൻ 2009 ബിടെക് നമ്മുടെ നാട്ടിൽ നിന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ഐ വാസ് ഇൻ മുംബൈ ഫോർ 3-4 years. പിന്നെ അതിനുശേഷം ഞാനൊരു 2010 ആദ്യമായി ജപ്പാനിൽ വന്നു. പിന്നെ ഞാൻ തിരിച്ചു പോയി. പിന്നെ 2012 വീണ്ടും വന്നു. പിന്നെ തിരിച്ചു പോയിട്ട് 2012 എൻഡോടുകൂടി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നിടത്തോളം ഐ തിങ്ക് ഐ ക്യാൻ ഒരു ഇവിടുത്തെ ഒരു ജനറലി എങ്ങനെയാണ് എല്ലാവരും ഇപ്പൊ നമ്മൾ ജോലിക്ക് ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ ഈ ഒരു ഷോർട്ട് സ്പാനിൽ പരമാവധി ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊരു ആക്ച്വലി നിങ്ങളെല്ലാവരും ഓരോന്ന് ചോദിക്കുമ്പോഴാണ് എല്ലാവരെയും നമ്മൾ ആ ഒരു ചിന്താഗതിയിലുള്ള ഇത് നമുക്ക് ഉത്തരവും പറയാൻ പറ്റും. അപ്പോൾ യു ക്യാൻ ഓഫ് കോഴ്സ് ആസ്ക് ആ ചാറ്റിലൂടെ എന്ത് ചോദ്യമുണ്ടെങ്കിലും ഇടയ്ക്ക് ചോദിക്കാം. സോ ഞാൻ എൻ്റെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയർ ആണ്. സോ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ ആക്ച്വലി നേവൽ ആർക്കിടെക്ട്. അപ്പൊ ഞാൻ ഈ ജാപ്പനീസ് കമ്പനിയിലെ ജോലി ചെയ്തിരുന്നത് മുംബൈയിൽ. സോ ദ ടേണിംഗ് പോയിന്റ് വാസ് 2012 ഐ വാസ് സെൻഡ് ഹിയർ ഫോർ എ ട്രെയിനിങ് ഫോർ 6 months. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, സത്യം ഇവിടെ ഇഷ്ടപ്പെട്ടു. സോ but you know, എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ my company what we are doing is actually we are kind of a government firm, like a society. അപ്പൊ ഞങ്ങള് ഈ സർട്ടിഫിക്കേഷൻ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ നാട്ടിൽ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഒക്കെ പോലെ ഞങ്ങൾ ഷിപ്പിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ബോഡിയാണ്. അപ്പൊ അതേപോലെ എന്താണ് മോട്ടീവ് എന്ന് വെച്ചാൽ പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് സേഫ്റ്റി ഓഫ് ഷിപ്സ് റണ്ണിങ് അറൌണ്ട് ഓൾ ഓവർ ദ വേൾഡ്. അപ്പൊ അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ലോകത്തിലുള്ള ഒരു മോർ ദാൻ 20% ഷിപ്സ് മാനേജ് ചെയ്യുന്നത് സർട്ടിഫൈ ചെയ്യുന്നത് ഞങ്ങളെ കമ്പനിയായിരുന്നു. അപ്പൊ മുംബൈയിൽ പ്ലേസ്ഡ് ആയി. സോ ദാറ്റ് ടൈം നമ്മൾ മുംബൈ എന്ന് വെച്ചാൽ ഫോർ അസ് ലൈക്ക് നമ്മളൊരു ബിടെക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എല്ലാവരും ബാംഗ്ലൂരിലോട്ടോ അല്ലെങ്കിൽ ഒരു മുംബൈ അല്ലെങ്കിൽ ചെന്നൈയിലോട്ടോ പോകുമ്പോൾ ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ അസ്.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിനിങ് ടൈമിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഐ തോട്ട് എന്താ വൈ ഡോണ്ട് ഐ ട്രൈ ടു വർക്ക് ഹിയർ എന്ന രീതിയിൽ ഞാൻ ആലോചിച്ചു. ബട്ട് ഇറ്റ് വാസ് ലിറ്ററലി ഇമ്പോസിബിൾ അറ്റ് ദാറ്റ് ടൈം. കാരണം ഞങ്ങളെ കമ്പനി എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഒരു 120 വർഷമായിട്ട് ഇവിടെയുള്ള ഒരു ഗവൺമെന്റ്, ഇഫ് ഐ സേ ലൈക്ക് പണ്ട് മെയ്ജി എന്നുള്ള രാജാവിന്റെ സമയത്ത് അവരുടെ യുദ്ധക്കപ്പലുകൾ നോക്കി തുടങ്ങിയ കമ്പനിയാണ്. സോ ഇറ്റ്സ് എ വെരി ട്രഡീഷണൽ ജാപ്പനീസ് കമ്പനി. സോ അങ്ങനത്തെ ഒരു കമ്പനിയിൽ ദേ നെവർ റിക്രൂട്ടഡ് എനി വൺ ഫ്രം ഇന്ത്യ സോ ഫാർ. ആൻഡ് ഞാൻ ഐ ക്യാൻ സേ പ്രൗഡ്ലി ദാറ്റ് ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ who joined the company in 120 years who have not studied in Japan. അപ്പൊ അങ്ങനെ ഒരു കേസിൽ ഞാൻ 2012 വെൻ എന്റെ മനസ്സ് പറഞ്ഞു ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ലീവ് ആൻഡ് ജസ്റ്റ് ട്രൈ എന്ന രീതിയിൽ പറഞ്ഞ് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചു നോക്കിയപ്പോൾ ഓഫ് കോഴ്സ് ലാംഗ്വേജ് വാസ് എ ബിഗ് ബാരിയർ അറ്റ് ദാറ്റ് ടൈം. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ആര് ശ്രമിക്കുമ്പോഴും നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഒരു ജപ്പാനെ പോലെ ഒരു കൺട്രി നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അവിടെ സംസാരമൊക്കെ ഇങ്ങനെയാണ്, അവിടെ ഇന്ന ആൾക്കാരൊക്കെ ഇന്നത് കഴിക്കുന്നവരൊക്കെയാണ്, പിന്നെ നമ്മളെ മീൻ ദുബായ് പോലെ ഒരു കേരളത്തിന് ഒരു സെറ്റപ്പ് ഒന്നും അല്ല എന്നൊക്കെ എല്ലാ രീതിയിലും പല ചിന്തകളും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഇത് വെച്ചിട്ടും നമ്മൾ അതൊരു സ്ട്രോങ് ഡിറ്റർമിൻഡ് ആയിട്ട് ഇങ്ങോട്ട് വരണം എന്ന് ട്രൈ ചെയ്തപ്പോൾ ഐ ഗോട്ട് എ ഇന്റർനാഷണൽ അസൈൻമെന്റ് ഹിയർ. പിന്നെ ഞാൻ ഇവിടുത്തെ എംപ്ലോയി ആയി. ഇപ്പൊ ഞാൻ ഇവിടെ ഓൾമോസ്റ്റ് ഈ ഒരു റോളിൽ ഞാനൊരു 7 വർഷമായി. ഇതിനു മുന്നേ വേറെ റോളായിരുന്നു. അപ്പോ അതായിരുന്നു എന്റെ കരിയർ പാത്ത്. സോ വാട്ട് ഐ എം ഡൂയിങ് ഈസ് ആക്ച്വലി ഐ മീൻ ക്ലൈമറ്റ് ചേഞ്ച്, ഐ മീൻ നമ്മുടെ ആഗോള താപനില കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐ മീൻ ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് പ്രൊജക്ട്സുകളിലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെയിൻലി ഐ എം ഓഡിറ്റിംഗ് എല്ലാ ഷിപ്പുകളുടെയും എത്രത്തോളം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന് ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി അതിനെ ഓഡിറ്റ് ചെയ്യുന്നതാണ് എൻ്റെ മെയിൻ ജോലി. പിന്നെ ഐ എം ഓൾസോ ഡൂയിങ് സം എൻവയോൺമെന്റ് സെക്ഷൻസ്. സോ എൻവയോൺമെന്റിന് ഇപ്പോൾ നമ്മൾ കുറെ റീസൈക്ലിംഗ്, ഫോർ എക്സാമ്പിൾ ഷിപ്പുകളൊക്കെ റീസൈക്കിൾ ചെയ്യുന്നത് മെയിൻലി ഇന്ത്യയിലൊക്കെയാണ്. അപ്പൊ കുറെ വേസ്റ്റുകളും കെമിക്കൽസ് ഒക്കെ വന്നിട്ട് ഇന്ത്യയെ കുറെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ റെഗുലേഷൻസ് ഉണ്ടാക്കുക, അതാണ് എൻ്റെ മെയിൻ ജോലി. So now coming back to how like person like you, how you can enter into a place like Japan. So the first thing is ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈവൻ ഇൻ US and UK or Europe or in Dubai, wherever you go, you can easily like at least understand the language or because you know English. But ഇവിടെ എന്ന് പറഞ്ഞാൽ almost more than 95% jobs require ജാപ്പനീസ്. അപ്പൊ ജാപ്പനീസ് ലാംഗ്വേജ് ആണ് ഇവിടുത്തെ ഒരു കീ. പിന്നെ ഞാൻ ജാപ്പനീസ് ലാംഗ്വേജ് എന്ന് മാത്രം പറയുന്നത് ശരിയല്ല. ബിക്കോസ് ഐ വുഡ് സേ മേ ബി നിങ്ങൾ ജപ്പാനീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഒരു എത്തിക്സ് ഓർ ദ കൾച്ചർ, അതാണ് മെയിൻലി വേണ്ടത്. സോ വെൻ ഐ വാസ് റിക്രൂട്ടഡ് ഹിയർ മൈ ജാപ്പനീസ് വാസ് 0. സോ അങ്ങനത്തെ ഒരു കേസിൽ ലൈക്ക് ഈ ജപ്പാനിലോട്ട് ഐ മീൻ ടു സേ ദാറ്റ് when I was asked to get transferred from India to Japan, at that time എനിക്ക് ജാപ്പനീസ് ഒന്നും അറിയില്ലായിരുന്നു. But why they recruited me is I already know the etiquettes or the styles or the culture of Japanese corporate society, everything. സോ അതിൽ ഭയങ്കര നമ്മൾ വിചാരിക്കുന്നു ഭയങ്കര സിമ്പിളായി വിചാരിക്കുന്ന കാര്യങ്ങളിലും ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ് ഫോർ യു ടു ഫിറ്റ് ഇൻ ടു എൻ ഓർഗനൈസേഷൻ ഓർ ടു ജപ്പാൻ. അപ്പൊ ഈവൻ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു റിക്രൂട്ട്മെന്റ് ഓർ ഇന്റർവ്യൂ നോക്കിയാൽ തന്നെ വാട്ട് ദേ വിൽ ലുക്ക് ഈസ് നോട്ട് ഇൻ ടു യുവർ സോ മച്ച് ടെക്നിക്കൽ സ്കിൽസ് ഓർ സംതിങ്. വാട്ട് ദേ വിൽ ലുക്ക് ഇൻ ടു ഈസ് അതായത് നമ്മൾക്ക് ഹൗ ഫിറ്റ് യു വിൽ ബി ഇൻ ടു ദ ടീം, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾക്ക് എത്രത്തോളം കാരണം കുറെ കൾച്ചേഴ്സ് ഉണ്ട്, കുറെ നമ്മൾ വിചാരിക്കണേക്കാ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഗ്രാജുവലി പറ്റുള്ളൂ. ബട്ട് നമ്മൾക്ക് അതിനുള്ള മെന്റാലിറ്റി ഉണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഇതിലോട്ട് വരാൻ പറ്റുള്ളൂ. സോ നൗ അതിന് ഇപ്പൊ ജാപ്പനീസ് ലാംഗ്വേജ് ആൻഡ് ആ ഒരു കൾച്ചർ രണ്ടും ഒരേപോലെ കൊണ്ടുപോയി നമ്മൾക്ക് അതൊരു ഇറ്റ്സ് ഓൾവേസ് എൻ ആഡഡ് സ്കിൽ. അപ്പൊ നമ്മൾ ഈ ഒരു ലാംഗ്വേജ് ഇപ്പൊ പഠിച്ചു എന്ന് വെച്ച് മേ ബി നിങ്ങൾക്ക് സഡൻലി മേ ബി നോ യൂസ്, ഐ ഡോണ്ട് നോ.
ബട്ട് എനിവേ ഈ നമ്മൾക്ക് ഇങ്ങനെ അച്ചീവ് ചെയ്യുന്ന സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും നമുക്കത് എവിടെയെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഉറപ്പാണ്. അപ്പൊ ഇനി ഞാൻ അടുത്തതായി എങ്ങനെ ഇവിടെ എത്തിപ്പെടുന്ന എന്ന് ഉള്ള ഒരു ചാനൽസ് പറയാം. അപ്പോൾ നോർമലി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് ജപ്പാനിൽ ഒരു 40,000 ഇന്ത്യൻസ് ഉണ്ട് ഇവിടെ ടോട്ടൽ അറൌണ്ട്. അപ്പൊ അതിലൊരു മലയാളികൾ ഒരു 1,000-1,500 ഇടയിൽ മലയാളികളും ഉണ്ട് ഇവിടെ ടോട്ടൽ ജപ്പാനിൽ. അപ്പൊ ഇവരില് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഇപ്പൊ ആസ് യു നോ ഇപ്പൊ ബാംഗ്ലൂരൊക്കെ പോയി അല്ലെങ്കിൽ മുംബൈ, പൂനെ അവിടെ നിന്നൊക്കെ ഉള്ള മെയിൻ സോഫ്റ്റ്വെയർ ലൈക്ക് ഇൻഫോസിസ്, കോഗ്നിസന്റ് അല്ലെങ്കിൽ TCS, അപ്പൊ അങ്ങനെ അവരുടെ ഓൺ സൈറ്റ് ആയിട്ട് അവരുടെ പ്രൊജക്ട്സ് ഒക്കെ കുറെ ഓട്ടോമൊബൈൽ പ്രൊജക്ട്സ് ആയിട്ട് വന്ന് ഇവിടെ വരും. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ എംപ്ലോയി ആയിട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയി പോവും, അല്ലെങ്കിൽ ഇവിടെ ജമ്പ് ചെയ്തിട്ട് വേറെ കമ്പനിയിലോട്ട് പോവും. അപ്പൊ അതാണ് ഒരു കൈൻഡ് ഓഫ് ചാനൽ. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് ഓൺ സൈറ്റ് ആയിട്ട് വന്ന് മാറിപ്പോകുന്നതാണ് ചാനൽ. അപ്പൊ അപ്പോഴേക്കും അവര് ആ ജാപ്പനീസ് കുറച്ച് ലെവലായി കാണും. അപ്പൊ അതേപോലെ ഈ ഒരു കൾച്ചറിലോട്ട് കുറച്ച് ഇമ്മേഴ്സ് ആയി കാണും. അപ്പൊ അവർക്ക് ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ ദം. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജാപ്പനീസ് കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നത്, I'm first talking about like engineering or the basic degree people. I think most of you are I think degree or engineering, but I can explain about the lower levels also. I mean how they are being, they will get an opportunity to come here. അപ്പോൾ ഈ ഒരു നമ്മൾക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചാനൽ അല്ലാതെ നെക്സ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ വലിയ കമ്പനികളൊക്കെ, ഫോർ എക്സാമ്പിൾ യാഹൂ അല്ലെങ്കിൽ മിത്സുബിഷി അതുപോലത്തെ ഒക്കെ വലിയ വലിയ കമ്പനികളൊക്കെ ദേ സ്റ്റാർട്ടഡ് റിക്രൂട്ടിംഗ് ഡയറക്ട്ലി ഫ്രം കോളേജസ് ഇൻ ഇന്ത്യ. ബട്ട് അവരെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ കുറച്ച് ഹൈ പ്രയോറിറ്റി കോളേജസിലാണ് മെയിൻലി പോകുന്നത്. സോ ദാറ്റ് ഐ തിങ്ക് ദാറ്റ് ഓപ്ഷൻ വിൽ ബി വെരി ലിമിറ്റഡ് ഫോർ അസ് ആക്ച്വലി. അത്ര വലിയൊരു ഇതല്ല. പിന്നെ ഇവിടുത്തെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻ്റ് ആയി വന്നിട്ട് ഇവിടുത്തെ ഐ മീൻ either you take masters or you take your PhDs, or even if you take the language schools, and after that you find a job here and just move on to that. അപ്പൊ അതിന് എന്ന് പറഞ്ഞാൽ മേജർ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു മെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ്. അപ്പൊ അവരെല്ലാ വർഷവും സ്കോളർഷിപ്പോട് കൂടി ഇന്ത്യയിൽ നിന്ന് ഒരു 40 പേര് അടുത്ത് എല്ലാ വർഷവും ഇങ്ങോട്ട് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ പ്രൊസീജിയർ. അപ്പൊ അവരെ ഇവിടെ കൊണ്ടുവന്ന് 6 മാസം ജാപ്പനീസ് പഠിപ്പിച്ച് ഇവിടുത്തെ കോളേജുകളിലൊക്കെ എല്ലാ മേജർ കോളേജുകളിലൊക്കെ പഠിച്ച് അങ്ങനെ PhD മാറിപ്പോകുന്ന PhD ആയി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുത്ത് മെയിൻലി ബിടെക് കോഴ്സുകൾ ഇംഗ്ലീഷ് കോഴ്സുകളൊക്കെ കുറവാണ്. ഇപ്പൊ മെയിൻലി മാസ്റ്റേഴ്സും PhD ആണ് ഇവിടെ ഇംഗ്ലീഷിൽ ടീച്ച് ചെയ്യുന്ന കോഴ്സസ് മെയിൻലി ഉള്ളൂ. അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ട് അവരും ഇവിടെ പഠിക്കാൻ കയറുന്നുണ്ട്. ഐ മീൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ജോലിക്കൊക്കെ കയറുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഷെഫ്സ് എന്ന് പറഞ്ഞാൽ കുറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഓൾസോ ഇവിടെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. ബട്ട് മെയിൻലി പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുറെ ബ്ലൂ കോളർ ജോബ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അതിപ്പോ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അതിൽ മെയിൻലി ഒരു TITP എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോ ബേസിക്കലി ഇനി ജപ്പാനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ഞാൻ ആദ്യം ഒന്നും കൂടി ഒന്ന് പറയാം. അപ്പൊ ജപ്പാൻ എന്ന് പറഞ്ഞാൽ മെനി ഐലൻഡ്സ്. അപ്പോൾ കുറെ ഒരു 47 ഐലൻഡ്സ് കൂടിയിട്ടുള്ള ഒരു നീളത്തിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് മോർ ദാൻ 70% എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻസ് ആൻഡ് ഫോറസ്റ്റ് ആണ്. പിന്നെ മെയിൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആകെ ടോക്കിയോയും ഒസാക്ക സിറ്റിയിലും ഉള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ ഇൻഡസ്ട്രികളൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അപ്പോ അതിന് മെയിൻ എക്കണോമി എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ടോക്കിയോ, ഒസാക്ക ഓർ ഇഫ് യു സേ ഫുക്കോക്ക, അങ്ങനെ ഒരു 2-3 സിറ്റികൾ ഓറിയന്റഡ് ആണ് മെയിൻ ബിസിനസ്സുകളൊക്കെ. ബട്ട് ഇവരെ ഫാക്ടറീസ് ഒക്കെ അങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുന്നു. പിന്നെ ഇവര് എന്ന് പറഞ്ഞാൽ മെയിൻലി ജാപ്പനീസ് അവര് ഓഫ് കോഴ്സ് അവര് ജാപ്പനീസ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. കാരണം അവര് റിലേ ഓൺ ടീം വർക്ക്. അതായത് ഇവിടെ എല്ലാം ഈവൻ ടീം വർക്ക് വിത്തിൻ യുവർ ടീം ഓർ വിത്തിൻ ദ കമ്പനീസ്, വിത്തിൻ ദ കൊളാബറേഷൻ, വിത്തിൻ ദ അക്കാഡമിക്സ് ആൻഡ് ഇൻഡസ്ട്രി, എല്ലാത്തിലും ഒരു സോ ദ ബേസിക് ഈസ് ആക്ച്വലി ട്രസ്റ്റ്.
ഐ മീൻ ട്രസ്റ്റ് ബിറ്റ്വീൻ പേഴ്സൺ, ട്രസ്റ്റ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ. അത് നമ്മളൊരു ട്രസ്റ്റ് വർത്തിയാണ് അല്ലെങ്കിൽ വി ആർ സിൻസിയർ എന്ന് തോന്നിക്കഴിഞ്ഞാൽ then then it's very easy for you to work here. അപ്പൊ ആ ഒരു ടീം വർക്കിലൂടെയാണ് ഇവിടുത്തെ ഇപ്പൊ എല്ലാവരും ഇവിടുത്തെ പ്രൊഡക്ഷൻ നല്ല കൂടുതലാണ്, ക്വാളിറ്റി വളരെ നല്ലതാണെന്നൊക്കെ കേട്ട് കാണും. അപ്പൊ അതിനൊക്കെ അതിന്റെ ഒരു ബേസ്, ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ബിറ്റ്വീൻ യുവർ ടീം മെമ്പേഴ്സ്, ട്രസ്റ്റ് ഫോർ യു വിത്ത് യുവർ കമ്പനി ആൻഡ് യു, ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ കമ്പനീസ്, ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഗവൺമെന്റ്, ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ അക്കാഡമിയ. അപ്പൊ അങ്ങനത്തെ എല്ലാ രീതിയിലും ഞാൻ എൻ്റെ ജസ്റ്റ് ഞാൻ ആക്ച്വലി ഐ വാസ് വർക്കിംഗ് ഇൻ ഗുജറാത്ത് ഇൻ എ ഷിപ്പ് ബിൽഡിംഗ് യാർഡ്. സോ ആ ടൈമിലൊക്കെ ഐ വാസ് വർക്കിംഗ് വിത്ത് ജാപ്പനീസ് സ്റ്റാഫ്സ്. അപ്പൊ അവിടെ ഒരു 3-4 ജാപ്പനീസ് സ്റ്റാഫുകൾ കൂടെ വർക്ക് ചെയ്തിരുന്നത്. ദേ യൂസ് ടു സേ, അതായത് സംതിങ് അവരെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഇന്ത്യൻ മാജിക്. അപ്പൊ ഇന്ത്യൻ മാജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ എങ്ങനെയും നടക്കും എന്ന് പറഞ്ഞാൽ എല്ലാം നടക്കുമായിരിക്കും, പക്ഷേ ദേ കാൺട്ട് ഈവൻ ഇമാജിൻ ഹൗ ഇറ്റ്സ് ഹാപ്പനിങ്. ബിക്കോസ് ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഭയങ്കര സിസ്റ്റമാറ്റിക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ഇഫ് യു ക്യാൻ ഫോളോ ആൻഡ് ക്ലോസ്ലി, ഐ മീൻ ഗെറ്റ് യൂസ് ടു ദാറ്റ്. നമുക്ക് ഇങ്ങനെ ഇവിടെ ഞാൻ ഫസ്റ്റ് 1 ഇയറിൽ അത്യാവശ്യം നന്നായി സ്ട്രഗിൾ ചെയ്തു, ബിക്കോസ് ഐ വാസ് നോട്ട് നോയിങ് എനി ജാപ്പനീസ്. അപ്പോൾ കുറച്ച് ജാപ്പനീസ് ഒക്കെ പഠിച്ച് എടുത്ത് ഇവിടുത്തെ ഒരു കമ്പനി കൾച്ചറിലൊക്കെ യൂസ് ചെയ്യാൻ വരുമ്പോഴേക്കും കുറച്ച് സമയം എടുത്തു. അപ്പൊ അതിന് പക്ഷേ എനിവേ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റ് വൈസ് ആ ഒരു രീതിയിൽ പോകുന്ന നമ്മളെ മെന്റാലിറ്റി, ഓർ ലൈക്ക് നമുക്കൊരു റൂൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യും എന്നുള്ള ആ ഒരു ഇതുവഴി പോകുന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്, ലൈക്ക് വാട്ട് ദേ വോണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു ഓവറോൾ. ഇപ്പൊ ജപ്പാനെ കുറിച്ച് ഞാൻ ബാക്ക് ടു ജപ്പാൻ. സോ ഇവിടുത്തെ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ലൈക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അത് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആണ് എല്ലായിടത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടൊയോട്ട, നിസാൻ എന്നൊക്കെ പറഞ്ഞ എല്ലാവിധ മെയിൻ ഓട്ടോമൊബൈൽ മേക്കേഴ്സ് എല്ലാവരും ഇവിടെ ജപ്പാനിൽ കുറെ പേരുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഐ ടി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഐ ടി സ്റ്റാഫുകളിൽ ഭയങ്കര ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ഇഷ്ടംമാതിരി ഇന്ത്യക്കാരുണ്ട്, ബിക്കോസ് വി ആർ വെരി ഗുഡ് ഇൻ ഐ ടി. അപ്പൊ അതുകൊണ്ട് ഐ ടി ഇപ്പൊ നമുക്ക് ഈ 40,000 പേരിൽ മേ ബി മോർ ദാൻ 20,000 പീപ്പിൾ ആർ ഫ്രം ഐ ടി, മേ ബി മോർ ദാൻ 25,000. അത് കഴിഞ്ഞ് പിന്നെ ബാങ്കിങ്ങും മോർ റിലേറ്റഡ് ടു ഐ ടി, ബാങ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്നു. പിന്നെ കുറെ മെക്കാനിക്കൽ ജോബ്സ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മെഷീൻ ലൈറ്റിംഗ് യാർഡ്സ് അല്ലെങ്കിൽ ഓരോ എഞ്ചിൻ പ്രൊഡക്ഷൻ യാർഡ്സ്. അപ്പൊ അങ്ങനത്തെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന കുറെ മലയാളീസ് അല്ല, ഐ മീൻ കുറെ ഇന്ത്യക്കാരും എല്ലാ ഫോറിനേഴ്സും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പൊ സെൽഫ് ബിസിനസ് ആയിട്ടും ഇപ്പൊ ഇന്ത്യൻ ഗ്രോസറീസ് അതൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ അങ്ങനെ ആയിട്ടുള്ളൂ. അപ്പൊ ഇതില് എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്ക് ടു മെഡിക്കൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നതാണ് ഈ നഴ്സസ് ആയിട്ടും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിട്ടും. അപ്പോ അതെന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ കുറച്ചാണ് ദേ പ്രിഫർ, ഐ മീൻ ഹു ഡോണ്ട് നോ ജാപ്പനീസ്. അതിനൊരു കാരണമേ ഉള്ളൂ. അപ്പോ ഐ തിങ്ക് എന്താണ് ഇവിടെ യു കാൺട്ട് ഇമാജിൻ. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ ബസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബസ് തന്നെയാണ്, സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്വിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ദേ ഹാവ് ജാപ്പനീസ് ടേം. അപ്പൊ നമുക്കിപ്പോ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ ഇവിടെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മേ ബി ഫോർ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് എന്താണ് ഇംഗ്ലീഷ് കുറച്ച് അറിയുന്നുണ്ട്, ബട്ട് ദേ ഹാവ് ജാപ്പനീസ് ഈ ടേം ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. അപ്പൊ അത് ഇപ്പൊ ഈവൻ എന്റെ ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ തന്നെ അതിലും എല്ലാത്തിനും ഇപ്പൊ നമ്മൾ നോർമൽ ഇപ്പൊ ചെയിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും റോപ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എല്ലാത്തിനും അവർ യൂസ് ചെയ്യുന്നത് ദേ ലവ് ദർ കൾച്ചർ ആൻഡ് ലാംഗ്വേജ്. അപ്പൊ അത് വെച്ച് ഇപ്പൊ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിൽ ദേ വോണ്ട് മോർ ഇതെല്ലാം മനസ്സിലാക്കി. ഇപ്പൊ ഒരു ഡോക്ടർ, ഇപ്പൊ കുറെ ആൾക്കാരെ വൈഫുകളൊക്കെ ഡോക്ടേഴ്സ് ആയിട്ടൊക്കെ ഇവിടെ വന്നവരോടൊക്കെ ഇവരൊക്കെ മനസ്സിലാക്കിയത് ദേ ഹാവ് ടു സ്റ്റഡി MBBS അഗെയിൻ, എന്നാലേ ഇവിടെ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ ഇൻ ജാപ്പനീസ്. അപ്പൊ അതാണ് ഒരു ഇതുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പൊ വാട്ട് അബൌട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ഇപ്പൊ ജാപ്പനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് മെയിൻലി മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ
ഇപ്പൊ കുറച്ച് ഗ്യാസ്, ചിയോദോ ഗ്യാസ് അല്ലെങ്കിൽ കുറച്ച് ജപ്പാൻ ഗ്യാസ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ വലിയ കമ്പനികളുണ്ട്. പക്ഷെ അവര് മെയിൻ ഓപ്പറേഷൻസ് എല്ലാം, കാരണം ഇവിടെ അത്ര ഓയിൽ ഇല്ലാത്തൊരു കൺട്രിയാണ്. ആസ് യു നോ, ഐ മീൻ ഇവിടെ റിസോഴ്സസ് വളരെ കുറവാണ് ജപ്പാനിൽ. ജപ്പാൻ ഈസ് മോർ, അതായത് ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കൺട്രിയാണ്. റിസോഴ്സസ് എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ റിസോഴ്സസും ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഓയിൽ ആൻഡ് ഗ്യാസിന്റെ വെരി ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ, but they are mainly for the Middle East projects, for example, or the Indonesian projects, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലെ കുറെ പ്രോജക്ട്സ് ഉണ്ട്. അപ്പൊ റിഗിങ് അതിന്റെ പ്രൊജക്ട്സിന്റെ ഒക്കെ കുറച്ച് ഡിസൈനിങ് സ്റ്റേജ് അങ്ങനത്തെ ഇതിലൊക്കെയാണ് ഓയിൽ ആൻഡ് ഗ്യാസിന് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ കമ്പയറിംഗ് ടു അതർ ഏരിയാസ്. ഇനി ഇപ്പൊ ഓരോരോ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അറിയുന്ന പോലെ ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇവിടെ അത്ര, ഐ തിങ്ക് സം ആർ ഡൂയിങ് റിസർച്ചസ് ഇൻ ദാറ്റ്, ബട്ട് ഇവിടെ നോർമൽ സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറിലൊക്കെ നമ്മള് ഫോറിനേഴ്സിനൊക്കെ ഇൻടേക്ക് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ദോ ഫ്യൂ ആർ ദർ, ബട്ട് ബേസിക് തിങ് ഈസ് അതിനൊക്കെ ജാപ്പനീസ് വേണം എല്ലാത്തിനും. പിന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ചോദിച്ചിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഈസ് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് എ ഹൈലി പെയ്ഡ് ജോബ് ഓൾസോ ഇംഗ്ലീഷ് ടീച്ചർ, ബട്ട് യു ഹാവ് ടു കോമ്പീറ്റ് വിത്ത് അമേരിക്കൻസ് ആൻഡ് യൂറോപ്യൻസ്. അപ്പൊ അവര് എന്ന് പറഞ്ഞാൽ ദർ ആർ മെനി അമേരിക്കൻസ് ആൻഡ് യൂറോപ്യൻസ് ഹു വുഡ് ലൈക്ക് ടു സെറ്റിൽ ഇൻ ജപ്പാൻ ഓർ ദേ വാണ്ട് ടു ടീച്ച് ഇംഗ്ലീഷ്. അപ്പൊ അതിന് അത്ര എളുപ്പമുള്ള, ഇപ്പൊ നാട്ടിൽ നിന്നൊരു ഇംഗ്ലീഷ് ടീച്ചറായി ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ബട്ട് ഇഫ് യു കം ഹിയർ and slowly start, at least build confidence as a part-time English teacher, then later easily you can convert to a full-time English teacher. But direct opportunities വളരെ പാടാണ്. കാരണം ഇവിടെ ഇഷ്ടംമാതിരി ഈ ഒരു യൂറോപ്യൻസ് ആൻഡ് അമേരിക്കൻസ് ഉണ്ട് ഈ ഫീൽഡിൽ. പിന്നെ ഡിസൈൻ, എനി ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഡിസൈൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ there are many designs, so I don't know which industry is talking about, but basically in design field like opportunities ഉണ്ട്. But വളരെ I mean if you learn Japanese it's there. If I mean car industries, so ഇവിടെ കുറെ TCS, നമ്മുടെ കുറെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരൊക്കെ മെയിൻലി കുറെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഡിസൈനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇഷ്ടംമാതിരി, എസ്പെഷ്യലി കാർ ഡിസൈനിങ് ആൻഡ് അതിൽ വർക്ക് ചെയ്യുന്നവർ. പിന്നെ can students less than 15 age, okay, any questions? അതായത് ഞാൻ ആൻസർ ചെയ്യാൻ തോന്നുന്നു സാർ. അത് നമുക്ക് 15 ആണ് നമ്മളിപ്പോ മിനിമം ഏജ് പറഞ്ഞിരിക്കുന്നത് അസാപ്പിന്റെ സൈഡിൽ നിന്ന്. അപ്പോ ആസ് ഓഫ് നൗ 15 ബിലോന് അഡ്മിഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് AI കുറിച്ച്. AI ഇസ് എ വെരി ബൂമിംഗ് ഫീൽഡ് ഹിയർ. അതായത് AIയും ബിഗ് ഡേറ്റയും എന്ന് പറഞ്ഞാൽ they are investing a lot. സോ അതിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. So I think even there are many companies recruiting directly from India also, because they believe in Indian, especially in IT and actually ഇവര് നന്നായിട്ട് ഒരു രാമാനുജനെ ഇവർക്ക് ഭയങ്കര ബഹുമാനമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അവർക്കൊരു മേ ബി ഇറ്റ്സ് എ ഗുഡ് തിങ്. ഐ തിങ്ക് they always think that we are very good in mathematics. അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്നോടൊക്കെ പെട്ടെന്ന് വന്നിട്ട് ഒരു ജപ്പാൻകാരൻ ചോദിക്കും 24x24 എത്രയെന്ന് ചോദിക്കും. അപ്പൊ അവരുടെ വിചാരം നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണനപ്പട്ടിക 100 വരെ കാണാപ്പാടം ഒറ്റയടിക്ക് പറയുന്ന ആളാണെന്നാണ്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ, സോ ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് തിങ് ഓൾസോ. ഐ മീൻ actually we are very agile, especially programming everything. So artificial intelligence ലൊക്കെ കുറെ റിക്രൂട്ട്മെന്റ്സ് ഇന്ത്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനൊരു ഓപ്പണിംഗ് കിട്ടാനാണ് കുറച്ച് പാട്. സോ എയ്തർ ഇവിടെ കുറെ ഓൺഷോർ ആയിട്ട് വന്ന്, ഐ മീൻ ഓഫ് ഷോർ ആയിട്ട്, നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഓഫ് ഷോർ ആയിട്ട് വന്ന് മാറുന്നതിലാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ. പിന്നെ how is it being a student there in English literature field? I think it will be a very bad experience. Frankly, if you ask me personally, ഇവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. പിന്നെ അതന്നെ ഐ തിങ്ക് അത്ര ഒരു വൈഡ് പെർസ്പെക്റ്റീവ്സ് ഇല്ലാത്തൊരു ഫീൽഡാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫീൽഡ്. ആൻഡ് ഓൾസോ ഇഫ് യു ചെക്ക് ലൈക്ക് ഇപ്പൊ എംബസി വെബ്സൈറ്റ് നോക്കിയാൽ ഇവിടുത്തെ നോർമൽ
ഒരു കോളേജസ് ഒരു എന്താണ് അവരൊരു എല്ലാ കോളേജുകളിലും എത്ര ഇപ്പൊ ഒരു G30 പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇംഗ്ലീഷ് ഇത് ഇംഗ്ലീഷിൽ ടോട്ട് ചെയ്യണം. ഈവൻ എഞ്ചിനീയറിംഗ് കോഴ്സസ് ഓർ വാട്ട് എവർ കോഴ്സസ് ഇംഗ്ലീഷിൽ ടോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലൊക്കെ അവർ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കോളേജസേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഈ ആസ് ഐ സെഡ് കുറെ പേര് ഇവിടെ ഉണ്ട് ഓൾറെഡി ഇംഗ്ലീഷ്. ഇപ്പൊ ഞാൻ പറഞ്ഞ യൂറോപ്യൻസ്, അമേരിക്കൻസ്, അല്ലെങ്കിൽ നമ്മളിലൊക്കെ തന്നെ ഇപ്പൊ ഇന്ത്യൻസിന്റെ വൈഫുകളായിട്ടും എല്ലാവരും ഇംഗ്ലീഷ് പറയുന്നവർ തന്നെയാണ്. അപ്പൊ ഇറ്റ്സ് എ വെരി കോമ്പറ്റീറ്റീവ് ഫീൽഡ്. അപ്പൊ ഇങ്ങനെ വെറുതെ ലിറ്ററേച്ചർ പഠിക്കാൻ, ഇഫ് യു ആസ്ക് മീ ഐ വിൽ സേ നെവർ ചൂസ് ജപ്പാൻ, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പിന്നെ ഹാർഡ്വെയർ ടെക്നോളജി ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ദാറ്റ് ഗുഡ് ഇൻ ദാറ്റ് ഏരിയ, ബട്ട് ടെക്നോളജി ഈസ് ഓഫ് കോഴ്സ് സ്ട്രോങ് ഇൻ ജപ്പാൻ. എനിക്ക് എന്താണ് അത്ര വലിയ ഒരു നോളജ് ഇല്ലാത്തൊരു ഏരിയയാണ് ഈ ഹാർഡ്വെയർ ടെക്നോളജീസ് ആൻഡ് എവറിഥിങ്. ബട്ട് ഈവൻ ടെക്നോളജി വൈസ് I think Japan is more investing in this like clean energy, like what do you say, like LNG fuels or engines, and to make changes from conventional fossil oils to other electric vehicles, everything. So the hardware technologies areas are strong, but it's not like അവരൊരു first of all then you need to build trust that you will not ഒരു as I said, if you're working in a strong core technologies, they should trust also, like they should have a trust also that the technology will not be utilized in some other ways. Of course it's a learning opportunities, but in their experience, frankly, if I said there are many cases or countries or people who who have not followed the ethics if you work in core technologies and all. So അത് നമ്മൾ ആ ഒരു sincerity, and if you prove that, it's very easy. So I think maybe we've been asked about industry in environmental and shipping, also about sustainable development goals, climate change. Okay, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡാണ്. സോ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ബൂമിങ് ഒരു തോട്ടാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ പാരീസ് അഗ്രിമെന്റ്, നമ്മൾ ക്ലൈമറ്റ് ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകൊണ്ട് നമ്മൾ തന്നെ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 1.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ക്ലൈമറ്റ് ടോട്ടൽ കൂടരുത് എന്ന് പറഞ്ഞിട്ട് പലവിധ പ്രൊജക്ടുകളും ഇപ്പൊ 2050 ടാർഗറ്റിൽ പലതും നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല ഫീൽഡാണ് ആക്ച്വലി. അപ്പോ അതൊരു ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഫീൽഡ്. ബട്ട് ഓൺലി തിങ് ഈസ് ഇപ്പൊ ഈ കോവിഡ് ഒക്കെ വന്ന കാരണം ഇപ്പൊ ഫോക്കസ് കുറച്ച് മാറിയിരിക്കുകയാണ്. എന്നാൽ കുറച്ച് സ്പേസ് കുറവാണ്. കാരണം ഇറ്റ്സ് എ ഫ്യൂച്ചർ പ്രൊജക്ട്സ്. നമ്മൾ 2050 ടാർഗറ്റ് ചെയ്യുന്ന ഒരു ലോങ് ടേം പ്രൊജക്ട്സ് ഒക്കെയാണ്. അപ്പൊ ഈ ഒരു ഫീൽഡിൽ ക്ലൈമറ്റ് ചേഞ്ച് ഇല്ല. അപ്പൊ അതിന് കുറച്ചൊരു സ്ലോ ഡൗൺ ഉണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. Then Amir Suhail asked about BA in Japanese course. അതൊരു നല്ല ഇതാണ്. ഇപ്പൊ നമ്മൾ ജാപ്പനീസ് പഠിക്കാൻ വരികയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. യു ക്യാൻ ബി എ ട്രാൻസ്ലേറ്റർ അറ്റ് ഫസ്റ്റ്, ദെൻ യു വിൽ ഈസിലി ഗെറ്റ് എൻ എൻട്രി. അപ്പൊ ജാപ്പനീസ് ഇവിടെ ഇപ്പൊ ജപ്പാനിൽ ഇപ്പൊ BA ഇൻ ജാപ്പനീസ്, അത് എന്ന് പറഞ്ഞാൽ ഈ എംബസിയുടെ ഇപ്പൊ എംബസി ഓഫ് ജപ്പാൻ ഇൻ ഇന്ത്യയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ ജാപ്പനീസ് കൾച്ചർ ആൻഡ് ജാപ്പനീസ് ലാംഗ്വേജ് സ്റ്റുഡൻസിന് ഒരു ഇതുണ്ട്. അവർ തന്നെ സ്കോളർഷിപ്പ് കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഇവിടുത്തെ ഒരു ടോട്ടൽ കൾച്ചർ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നോർമലി ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു നോർമൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കും ഇറ്റ്സ് വെരി ഈസി ടു ഡു മെനി തിങ്സ്. സോ അത് തന്നെ ഇപ്പൊ ഈ ജാപ്പനീസും കൂടി അറിയുന്നു വെച്ചാൽ മെനി പീപ്പിൾ ചൂസ് ആസ് എ ട്രാൻസ്ലേറ്റർ, ഇംഗ്ലീഷ് ജാപ്പനീസ് ട്രാൻസ്ലേറ്റർ. അല്ലെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ബിസിനസ്, ഇവരുടെ ഓവർസീസ് ബിസിനസ്സസ്, ഇവർക്ക് തന്നെ ജപ്പാൻകാർക്ക് ബിസിനസ് എല്ലായിടത്തും ഉണ്ട്. മെയിൻലി ഇപ്പൊ സിംഗപ്പൂർ, യൂറോപ്പ്, അങ്ങനത്തെ ഇതൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുള്ള റോളുകളിലൊക്കെ കുറെ പേര് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ജാപ്പനീസ് പഠിക്കാൻ വന്നാൽ. നെക്സ്റ്റ് നാരായണൻ നായർ സാർ ആസ്ക്ഡ് അബൌട്ട് doctor in Japan. So I would say you can't be a doctor in Japan unless you do an MBBS again from Japan here. Otherwise they don't accept any doctor as such. കാരണം അതൊരു ഭയങ്കര വലിയ ക്രൈറ്റീരിയ ആണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബി എ ഡോക്ടർ ഇൻ ജപ്പാൻ.
So other than almost it's like impossible if you are I have but I have experienced that few of maybe Indians who came here അവർ വീണ്ടും MBBS എടുത്തു. I mean BDDS or something they എടുത്തു. എന്നിട്ട് അവർ they didn't practice but they do research here. But അങ്ങനെ ആൾക്കാരും ഉണ്ട്. When Jishnu S. Sharma, he's asking about opportunities for master in naval architecture and shipbuilding related maritime educations. Yeah, there are many universities because Japan is strong in shipbuilding. So there are many universities providing this master education. I know many people studying in Osaka University, Hiroshima University, and all. So this it's good opportunity, and I think if you can learn some Japanese also, it will be very easy for you. പിന്നെ അഖിൽ ചോദിക്കുന്നു പ്ലീസ് സജസ്റ്റ് മീ ആൻ ഈസി മെത്തേഡ് ടു ലേൺ ജാപ്പനീസ് ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പൊ ഇതിന് ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് നാൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് പോവാം. അപ്പൊ അതില് നോർമലി ഇപ്പൊ ഈ ഞാൻ കുറെ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ മാങ്ക ജാപ്പനീസ് കാർട്ടൂൺസ് ഓർ അവർക്കൊരു ചിത്രകഥ, നമ്മുടെ നാട്ടിലെ ചിത്രകഥ പോലെ മാങ്കാസ് ഉണ്ട്. അപ്പൊ അത് വായിച്ച് അതുകൂടെ പഠിക്കുന്ന കുറെ പേരുണ്ട്. പിന്നെ ജാപ്പനീസ് സീരിയൽസ് വളരെ, അതായത് എസ്പെഷ്യലി ക്രൈം ത്രില്ലേഴ്സ്, അങ്ങനത്തെ കുറെ സീരിയൽസ് ഒക്കെ കണ്ട് പഠിക്കുന്ന ഇഷ്ടംമാതിരി പേരുണ്ട്. ബട്ട് എനിവേ ഇതിനൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് 1 year ആസ് ഐ സെഡ് ഐ സ്ട്രഗിൾഡ് എ ലോട്ട് ബിക്കോസ് ഐ വാസ് നോട്ട് നോയിങ് ജാപ്പനീസ്. അപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് 1.25 മണിക്കൂർ ഉണ്ടായിരുന്നു ബൈ ട്രെയിൻ. എവറി ഡേ ഐ വാസ് ലേണിംഗ് ജാപ്പനീസ് ഫ്രം ട്രെയിൻ, ബോത്ത് രാവിലെ പോകുമ്പോഴും വൈകിട്ട് തിരിച്ചു വരുമ്പോഴും. ബട്ട് ആ ഒരു ഓൾമോസ്റ്റ് 1 year അതായിരുന്നു എന്റെ ഫൗണ്ടേഷൻ. ആ ഒരു കഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് പിന്നെ ബാക്കി എല്ലാ ലൈഫും വളരെ ഈസി ആയത്. പിന്നെ റോബോട്ടിക് എഞ്ചിനീയറിംഗ് ജോബ്സ് ഐ എം നോട്ട് സോ ഗുഡ് ഇൻ ദാറ്റ് ഫീൽഡ്, ബട്ട് ഐ ഹാവ് മെനി ഫ്രണ്ട്സ് വർക്കിംഗ് ഇൻ ദാറ്റ് റോബോട്ടിക് എഞ്ചിനീയറിംഗ്. ബട്ട് വാട്ട് ഐ വുഡ് സേ ഈസ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ട് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മോർ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകുന്നതായിരിക്കും വെരി ഈസി ടു ഗെറ്റ് ഇൻ ടു ജപ്പാൻ. അതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴി. ഐ തിങ്ക് ഡയറക്ട്ലി അത്ര റിക്രൂട്ട്മെന്റ് കണ്ടിട്ടില്ല ഇങ്ങനെ റോബോട്ടിക് എഞ്ചിനീയറിംഗ് ആൻഡ് ഓൾ. San, how does COVID-19 pandemic affect Japanese industries? Japanese industries are mainly Tokyo Olympics. They were targeting 2020 Japanese Olympics as the main economic, turnover, the game changer. അപ്പൊ എല്ലാ കൺട്രീസും എല്ലാ മോട്ടിവേഷൻ വാസ് ഒളിമ്പിക്സ് ഓഫ് 2020. അപ്പൊ അത് പോസ്റ്റ്പോൺഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രി ലോകത്തിലെ എല്ലായിടത്തെയും പോലെ നോട്ട് സോ ഡൂയിങ് ഗുഡ്. ബട്ട് ഒരു പഴയ ചൊല്ലുണ്ട്, ഇപ്പൊ ജപ്പാൻകാരും വരെ പറയുന്നത്, നമ്മുടെ നാട്ടിലും പറയുന്നതാ, അതായത് ലോകത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും സ്വർണത്തിനും ജാപ്പനീസ് എന്നിനും എപ്പോഴും ആ ഒരു വാല്യൂ കാണുന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും. സോ ഐ തിങ്ക് ജപ്പാൻ ഈസ് ഡൂയിങ് ബെറ്റർ ദാൻ മെനി അതർ കൺട്രീസ്. അപ്പൊ ഓഫ് കോഴ്സ് ഇമ്പാക്ട് ഉണ്ട്, പല ഇമ്പാക്റ്റും ഉണ്ട്. കുറെ പേർക്ക് ജോലി പോകുന്നു, ഈവൻ ജോലി വരെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഒക്കെ കുറെ പേരും പോകുന്നുണ്ട്. അപ്പോ അതൊരു മേ ബി ഇറ്റ് വിൽ ബി ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ നിയർ ഫ്യൂച്ചർ. സോ നമുക്കത് വെയിറ്റ് ചെയ്ത് കാണാം എങ്ങനെ അത് തിരിച്ചു വരും എന്നുള്ളത്. പിന്നെ CA ചാൻസസ് ഇൻ ജപ്പാൻ. CA എന്ന് പറഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഒരു ക്ലസ്റ്റർ ഇവിടെ, they started an branch here. So better to ask them about that. I'm not so good, but I just know that CA അതായത് മെയിൻലി ഇന്ത്യൻ കമ്പനീസിന്, ഇപ്പൊ ജാപ്പനീസിലുള്ള ഇന്ത്യൻ കമ്പനീസിനും ജപ്പാനിലുള്ള ഇന്ത്യൻ കമ്പനീസിനും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജാപ്പനീസ് കമ്പനീസിനും കുറെ CAകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ടാണ് മേ ബി ഐ തിങ്ക് അറൌണ്ട് 20-25 CAകൾ ഇവിടെ ഉണ്ട്. യു ക്യാൻ കോണ്ടാക്ട് ഒരു ഇന്ത്യൻ ചാർട്ടേഡ് അവരെ CA അസോസിയേഷൻ ഇൻ ടോക്കിയോ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് അവരെ കോണ്ടാക്ട് ചെയ്ത് ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെസ്റ്റ്. ഐ എം നോട്ട് സോ ഗുഡ്, ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദാറ്റ്. എനി സ്പെസിഫിക് യൂസ്ഫുൾ സൈറ്റ് ഫോർ ജേർണൽസ് ടു ലേൺ ജാപ്പനീസ്? ഇപ്പൊ ജാപ്പനീസ് ലേൺ ചെയ്യാൻ ഇപ്പൊ ഗൂഗിൾ ചെയ്താൽ ഇഷ്ടമാതിരി കിട്ടും. ഇപ്പൊ സൈറ്റുകളായിട്ട് പറയുകയാണെങ്കിൽ ഇവൻ ഐ ഡോണ്ട് നോ, ഐ ഹാവ് സീൻ ഇപ്പൊ മലയാളത്തിൽ നിന്ന് ജപ്പാനീസ് മലയാളത്തിൽ പഠിപ്പിക്കുന്ന യൂട്യൂബ് ചാനൽസിന്റെ ഇഷ്ടംമാതിരി. അതേപോലെ
കുറെ ചാനൽസ് യൂട്യൂബിൽ ഇഷ്ടംമാരുണ്ട്. ബട്ട് ജേർണൽസ് ഇറ്റ് സെൽഫ് ലൈക്ക് ഇപ്പൊ ഇവിടുത്തെ ഒരു ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് ഓർ അതൊക്കെ ചെറിയ വെരി ഈസി ലാംഗ്വേജസിൽ ഇഷ്ടംമാരി ഉണ്ട്. അപ്പം അതൊക്കെ ജസ്റ്റ് വായിക്കുക. അല്ലെങ്കിൽ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ മാങ്കാസ്, ഐ മീൻ ഇവിടുത്തെ കാർട്ടൂൺസ്, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ദൊരമോണൊക്കെ കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ അത് ഇറ്റ്സ് എ കാർട്ടൂൺ ക്യാരക്ടർ. ബട്ട് ഇവിടെ ഈ ചിത്രകഥ വളരെ കോമൺ ആണ്. അപ്പൊ അത് നമ്മുടെ നാട്ടിലും ഇപ്പൊ എസ്പെഷ്യലി ഐ ഹാവ് സീൻ കുറെ നോർത്തിലൊക്കെ കുറെ പേര് ഇഷ്ടംമാരി പേര് ദേ ആർ അഡിക്ട് ടു ദാറ്റ്. ചിലപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ ഇതുവരെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ മേ ബി യു ക്യാൻ ജസ്റ്റ് ട്രൈ ദാറ്റ്. Hiragana, katakana, kanji, which is normally using to communication, is it necessary to know to write Japanese? So Japanese and then first listening and speaking, if you are okay, I think you are okay for almost 70% job. But of course, I mean, if you know to manage jobs or other നമുക്കിപ്പോ കുറെ സോഫ്റ്റ്വെയർസ് ഇപ്പോ even Google Translate and ഇഷ്ടംമാതിരി you can help it. But ultimately you should learn all Japanese, that's for sure. So ഹിരാഗാന, കാട്ടക്കാന, കാഞ്ചി എല്ലാം യൂസ് ചെയ്യും കമ്മ്യൂണിക്കേഷനിൽ. ബട്ട് മെയിൻലി ഇപ്പോ ഞാൻ എൻ്റെ സ്റ്റൈൽ പറയുകയാണെങ്കിൽ ഞാൻ ഓൾ കമ്മ്യൂണിക്കേഷൻ സംസാരിക്കുന്ന എല്ലാം ജാപ്പനീസിലാണ്, എന്നോട് തിരിച്ച് സംസാരിക്കുന്നതും ജാപ്പനീസിലാണ്. എനിക്ക് മെയിൽ അയക്കുന്നത് മെയിൻലി ജാപ്പനീസ് ഓർ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ജാപ്പനീസ് എനിക്ക് ഫുള്ളായിട്ട് മനസ്സിലായില്ലെങ്കിൽ I use some softwares or I ask them അവരോട് തന്നെ തിരിച്ചു ചോദിക്കും ഇത് എന്താണ്. അപ്പൊ അങ്ങനെ ഞാൻ മോസ്റ്റ്ലി റിപ്ലൈ ചെയ്യുന്നതൊക്കെ ഇംഗ്ലീഷിലാണ്. ബിക്കോസ് ഞാനിവിടെ ആദ്യമൊക്കെ ജാപ്പനീസിൽ ചെയ്യേണ്ടി വന്നിരുന്നു. ബട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് നൗ 9-10 years ഞാൻ എല്ലാവരോടും പറഞ്ഞു ഐ എം മോർ കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ്. ബട്ട് ഇവിടുത്തെ ഒരു നോർമൽ ജോലിയിൽ ഇഫ് യു ആർ ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്, ഐ മീൻ ജാപ്പനീസ് വളരെ ആവശ്യം വരും. പക്ഷേ if you are luckily with some international clients and all, you can communicate mainly in Japanese, I mean English. Hello sir, what about period of validity of this course certificate? That maybe he will be, I think Manu will be explaining here. അത് നമുക്കും ഒരു ഫൈനൽ ഇത് കിട്ടിയിട്ടുണ്ട്. JLPT എക്സാം ആണ് ഇവർ എഴുതുന്നത്. JLPT എന്ന് പറഞ്ഞാൽ നോർമലി 2 years ഒക്കെ വാലിഡ് ആണ് നോർമലി. ആ ഒരു നിങ്ങൾ പക്ഷേ ബേസിക്കലി ആ ഒരു വാലിഡിറ്റി ആരും നോക്കില്ല. കാരണം വൺസ് യു മാസ്റ്റേർഡ് എ ലാംഗ്വേജ് ഫോർ ഒരു സ്പെസിഫിക് ലെവൽ, അതെന്ന് പറഞ്ഞാൽ യു ക്ലിയർഡ് ദാറ്റ്. പിന്നെ അതെന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാക്ട്ലി ആസ് ഐ സെഡ്, ഇവിടെ നിങ്ങൾ കറക്റ്റ്ലി ഫുൾ ജാപ്പനീസ് സ്കില്ലല്ല ഫസ്റ്റ് നോക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. ഈ JLPT N5 ഈസ് ഷോയിങ് യു ദാറ്റ് യു നോ ദിസ് മച്ച് ജാപ്പനീസ്. ബട്ട് ഇവര് മെയിൻലി നോക്കുന്നത് ഇഫ് യു ഹാവ് ദ മൈൻഡ് ടു ലേൺ ജാപ്പനീസ് ഓർ ഓൾറെഡി മാസ്റ്റേർഡ് സംതിങ് ദർ. അപ്പൊ അതിന്റെ വാലിഡിറ്റിയെ കുറിച്ച് അത്ര വറീഡ് ആവേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൗ ടു ബി ഇൻ ഡിഫൻസ് ഏരിയ ഓഫ് ജപ്പാൻ? ഐ ഡോണ്ട് തിങ്ക് എനി ഡിഫൻസ് ഏരിയ പീപ്പിൾ ആർ കമ്മിങ് ഓവർ ഹിയർ. I mean there are many collaboration with Indian Navy and Japanese Navy and Indian forces. So like that, many people are stationed here, coming very often here. But permanently in Japanese defense area, they don't prefer any foreigners. So that's, I think, any good opportunity to economic students. So economic students inum what I understood is അവർ ജാപ്പനീസ് പഠിച്ച് ഇവിടുത്തെ നോർമൽ ഒരു അഡ്മിനിസ്ട്രേഷൻ, അതായത് ആ ഒരു ജോബിലോട്ട് വന്ന് അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ, മെനി ആർ ഗോയിങ് ആസ് സ്കിൽഡ്, ഐ മീൻ റിക്രൂട്ടേഴ്സ്, അങ്ങനത്തെ ഇതിലാണ് മെയിൻലി ആക്ച്വലി പോകുന്നത്. കാരണം വി ആർ വെരി ഗുഡ് ഇൻ ഫൈൻഡിങ് റിക്രൂട്ടേഴ്സ്, ബിക്കോസ് ഇവിടെ എല്ലാവരും കുറച്ച് ഷൈ ആണ്, എല്ലാവരോടും കുറച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് അപ്രോച്ചിനും. ഇവിടെ എല്ലാത്തിനും ഓരോ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ്. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ വെരി ഈസി. നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരാളെ കണ്ട ഒരാളെ ഫ്രണ്ട് ആക്കിയിട്ട് ഹലോ എന്ന് പറയാൻ ഇത്ര പാടില്ലാത്തൊരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് കുറെ റിക്രൂട്ടേഴ്സ് അങ്ങനെ എക്കണോമിക്സ് സ്റ്റുഡൻസിനെ വന്നിട്ട് ജാപ്പനീസ് ഒക്കെ പഠിച്ച് കുറച്ച് മേ ബി ഇവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫിനാൻസ് സെക്ഷനിലൊക്കെ എന്തെങ്കിലും വന്ന് അങ്ങനെയൊക്കെയാണ് നോർമലി കണ്ടിട്ടുള്ളത്. പിന്നെ നരുത്തോ എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ് അനന്തകൃഷ്ണൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ക്യാരക്ടർ പറഞ്ഞതായിരിക്കും. ഓക്കെ, ഐ തിങ്ക് ഞാൻ അതിന്റെ മീനിങ് ആണ് നരുത്തോ എന്ന് പറഞ്ഞാൽ. ഐ തിങ്ക് വി വിൽ ബിക്കം എന്നാണ് അതിന്റെ ജാപ്പനീസിന്റെ ഇത്. ഞാൻ വിചാരിച്ചു ഇനി അതാണ് ഉദ്ദേശിച്ചത്. ഇനി ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് N5 ലെവൽ ട്രെയിനിങ്? അപ്പൊ ഐ തിങ്ക് N5 ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക് ഹിരാഗാന, കാത്തക്കാന ആൻഡ് അറൌണ്ട് 100 കാഞ്ചികൾ.
ഇപ്പൊ ടോട്ടൽ ജാപ്പനീസ് ലാംഗ്വേജിൽ ഒരു 3000 കാഞ്ചികളുണ്ട് ടോട്ടൽ. അപ്പൊ ഇതിൽ N5 എന്ന് പറഞ്ഞാൽ ബേസിക് നമ്മൾ ഹിരാഗാന കാട്ടക്കാന എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് അറൌണ്ട് 56 ലെറ്റേഴ്സ് ആണ് ഹിരാഗാന. അതേപോലെ തന്നെ കാട്ടക്കാനി അറൌണ്ട് 56 ലെറ്റേഴ്സ്. അപ്പൊ അത് പഠിച്ച് നമുക്ക് കുറച്ച് ബേസിക് ഗ്രീറ്റിംഗ്സ് ഫോർ എക്സാമ്പിൾ, അതേപോലെ ഒരു 100 കാഞ്ചികൾ 100 ലെറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു നിങ്ങളെ N5 ലെവലായി. പിന്നെ അതെന്ന് പറഞ്ഞാൽ വെരി ഈസി ടെസ്റ്റ് ഓൾസോ, അത്ര ഭയങ്കര ടഫ് ടെസ്റ്റ് അല്ല, കാരണം ഇറ്റ്സ് മോർ ലൈക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. So I think N5 level training നെ കുറിച്ച് maybe more ASAP will explain, but basically ഈ N5 level എന്ന് പറഞ്ഞാൽ if you say like I have friends like Malaya, even Kerala friends also, they have mastered even N3 in 1 year, N3 or N2 in 1 year. So even N5 നിങ്ങൾ dedicated ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ if you just it will take 3 months ഒരു നന്നായിട്ട് അത് നോക്കി ഒന്ന് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു പാസ് N5. പിന്നെ കുറെ പേര് ഓപ്പർച്യൂണിറ്റീസ്, ഒരു മിനിറ്റ് ഞാൻ എവിടെ, 1 മിനിറ്റ് I think I'll come. Opportunities being in India or working here itself after mastering Japanese language. Okay. New diary. Yeah, I think that's also a good thing. Like ഇപ്പൊ നമ്മളെ ഇന്ത്യ ജപ്പാൻ റിലേഷൻസ് ഇറ്റ്സ് ഗോയിങ് ഇൻ വെരി ഗുഡ് ഡയറക്ഷൻ. അപ്പൊ കുറെ പ്രോജക്ട്സ് ഇൻവെസ്റ്റ്മെന്റ്സും ഇപ്പൊ എസ്പെഷ്യലി the new government, central government are more aligned to Japan. They consider പിന്നെ even political എല്ലാ രീതിയിലും കുറെ അലൈൻമെന്റ് വരുന്നുണ്ട്. റീസെന്റ് ഇഷ്യൂസ് ഓഫ് ജോഗ്രഫിക്കൽ പൊളിറ്റിക്സ് ഒക്കെ കാരണവും എല്ലാം കൊണ്ടും പിന്നെ കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ലൈക്ക് മെയിൻ ജപ്പാനീസ് കമ്പനീസ്, അപ്പൊ അവരെന്ന് പറഞ്ഞാൽ കുറെ ഫോർ എക്സാമ്പിൾ ഈവൻ ഇപ്പൊ ചെന്നൈയിൽ കുറെ കാർ മാനുഫാക്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇപ്പൊ നിസാൻ പ്ലാന്റ് ഒക്കെ ഉണ്ട്. അവര് കുറെ പേര് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൽഹി ആൻഡ് ഇവിടെ മുംബൈ ബേസ്ഡും കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ നിസാന്റെ തിരുവനന്തപുരത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. അതേപോലെ ഇപ്പൊ തൃശ്ശൂർ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതുപോലെ എറണാകുളത്ത് ഇറ്റ്സ് മോർ ലൈക്ക് ജെലാറ്റിൻ, ഐ തിങ്ക് സം ജെലാറ്റോ ഒക്കെ ജാപ്പനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് അവിടെയൊക്കെ ഞാനത് ആ ഒരു നിസാനിലൊക്കെയാണ് എസ്പെഷ്യലി, കാരണം അവിടെയൊക്കെ കുറച്ചും കൂടി വലിയൊരു സ്കെയിലാണുള്ളത്. അവിടെയൊക്കെ നല്ല ജാപ്പനീസ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല അവസരങ്ങൾ കിട്ടും. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ കേരളത്തിലല്ലാതെ പുറത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഈ ജൈക്ക എന്നൊക്കെ പറഞ്ഞാൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പൊ ജൈക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓരോ പദ്ധതികളെ കൊണ്ടുവരുന്ന, ഇപ്പൊ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വരുന്നില്ല, അതേപോലത്തെ ജെട്രോ എന്ന് പറഞ്ഞാൽ ജപ്പാൻ എക്സ്റ്റേണൽ ട്രേഡ് ഓർഗനൈസേഷനാണ്. അപ്പൊ അവരൊക്കെ വഴി കുറെ ജാപ്പനീസ് പ്രൊജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ട്രാൻസ്ലേറ്റർ ആയിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് തന്നെ നമ്മുടെ നാട്ടിലെ ഭാഷയും സംസാരിക്കാൻ ജാപ്പനീസും സംസാരിക്കാൻ അറിയുമെങ്കിൽ ഓഫ് കോഴ്സ് ജപ്പാനീസ്. ഈവൻ ഐ തിങ്ക് റീസെന്റ്ലി ദർ വാസ് എ പ്രോജക്ട് ലൈക്ക് UP എവിടെയോ ഇംപ്ലിമെന്റിങ് ജാപ്പനീസ് ലാംഗ്വേജസ് ഇൻ സ്കൂൾസ്, അങ്ങനെ ഒരു പ്രോജക്റ്റ് വരെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് ജാപ്പനീസ് ലാംഗ്വേജസ് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന രീതിയിൽ. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഡയറക്ഷൻ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ. പിന്നെ അടുത്ത റെപ്പറ്റീഷൻ റിസർച്ച് ആൻഡ് മാസ്റ്റേഴ്സിന്റെ നമ്മളത് നേരത്തെ ഒന്ന് ഓക്കെ. പിന്നെ ഓപ്പർച്യൂണിറ്റി ഓഫ് റിസർച്ച് ആൻഡ് മാസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു. പിന്നെ അതിന് കുറച്ചുകൂടി മേ ബി സ്കോളർഷിപ്സ് ഒക്കെ ഇഷ്ടംമാതിരി കിട്ടുന്ന, അതായത് എല്ലാവരും നമ്മൾ നാട്ടിലൊക്കെ എല്ലാവരും US പോവാ, UK പോവാന്നൊക്കെ ആണ് മെയിൻ ഡെസ്റ്റിനേഷൻസ്. സോ ഇവിടെ അത്ര സ്റ്റുഡൻസ് വരുന്നത് കുറവാണ്. അപ്പോ ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് റിസർച്ച് ആൻഡ് മാസ്റ്റർ ഡിഗ്രിയിൽ. ബട്ട് കുറച്ച് നന്നായി കഷ്ടപ്പെടണം. ഇപ്പൊ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ എന്റെ വൈഫ് ഇവിടെ മാസ്റ്റേഴ്സ് എടുത്ത് നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ മാസ്റ്റേഴ്സ് എടുത്ത് ഇവിടെ ജോലിക്ക് കയറിയ ആളാണ്. അപ്പോ നമ്മൾ കുറച്ച് നന്നായി കഷ്ടപ്പെടണം. പിന്നെ അത്ര ലാംഗ്വേജിന്റെ ആവശ്യം ഈ റിസർച്ച് ആൻഡ് മാസ്റ്റേഴ്സ് ഫീൽഡിൽ അത്ര ലാംഗ്വേജ് ഇല്ലാതെയും നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ജസ്റ്റ് ഗോ ടു ഈ ജാപ്പനീസ് എംബസിയുടെ സൈറ്റിൽ സ്റ്റഡി ഇൻ ജപ്പാൻ വെരി
എലോബറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് സ്കോളർഷിപ്സ്, ഫോർ എക്സാമ്പിൾ ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഈസ് പ്രൊവൈഡിങ് സ്കോളർഷിപ്പ് ഫോർ ഇന്ത്യൻസ് ഹു ആർ കമ്മിങ് ടു ജപ്പാൻ ഫോർ ലേണിംഗ്. അതേപോലെ ഏഷ്യൻ ഹ്യൂമൻ റിസോഴ്സ് സ്കോളർഷിപ്സ് എന്നൊക്കെ പറഞ്ഞ സ്കോളർഷിപ്സ് ഉണ്ട്. പിന്നെ ജാപ്പനീസ് ഗവൺമെന്റ് ഇറ്റ്സെൽഫ് ഒരു 40 സ്കോളർഷിപ്സ് ഉണ്ട്. അപ്പൊ അത് സ്കോളർഷിപ്പ് ഇല്ലാതെ വന്നാലും ഇവിടെ കമ്പാരിറ്റീവ്ലി ഫീസ് ഒക്കെ കുറവാണ്. കമ്പയറിങ് ഇഫ് യു കമ്പയർ ടു UK ഓർ US, വെരി വെരി ചീപ്പാണ്. അപ്പൊ നിങ്ങൾ അത് എന്താണ്, പിന്നെ ഈവൻ ഇഫ് യു ഡു പാർട്ട് ടൈം, I think it's a good, if you are interested in doing masters or research, it's a frankly I say it's a good, I mean economically it's very good. And also the future opportunities, if you learn Japanese it's very easy, but if you want to continue in research field, your university will support you throughout. അതായത് ഇവിടെ ഒരു ലിങ്ക് ഉണ്ട് between your university and the students. അപ്പോൾ നമ്മൾ ഇവിടെ അലുമിനികളൊക്കെ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ നമ്മളെ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഗൈഡോ ഒരു പ്രൊഫസറോ ഉണ്ടെങ്കിൽ ദേ ആർ ത്രൂ ഔട്ട് യുവർ മെന്റേഴ്സ്. നിങ്ങളെ കരിയർ തീരുന്നവരെ അവർ നിങ്ങളെ മെന്ററായി കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ വാട്ട് അബൌട്ട് ദ മണി, ഐ മീൻ ഫീസ് ഓഫ് ദിസ് കോഴ്സ്? ഓക്കെ സർ, is there any opportunities for printing technology engineers in Japan? Frankly I don't know about printing technology, but I know there are some big businessmen here who are in printing, I mean equipment business and all, I mean from Indians and all. Pinne sir anime, okay, I'm a +1 student. I'm interested to study okay. What is the procedure to get German we had conducted? Okay, maybe you can explain, Manu. ജർമ്മൻ നമ്മൾ വേറൊരു വെബിനാർ നടത്തിയായിരുന്നു. സോ യു ക്യാൻ ട്യൂൺ ഇൻ ടു അവർ ഫേസ്ബുക്ക് പേജ് ASAP Malappuram on that. Its details are there. So we can continue. Okay, so what is the procedure to get a residential visa in Japan? അപ്പോൾ ഇവിടുത്തെ വിസ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ, ഇപ്പൊ റെസിഡൻഷ്യൽ വിസ എന്ന് പറഞ്ഞാൽ ഇവിടെ നോർമൽ എഞ്ചിനീയർ വിസ, അതായത് ഇവിടുത്തെ വർക്കിംഗ് വിസ കുറെ കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ അതിൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു നീഡ് ടു ഹാവ് എ കമ്പനി. ഐ മീൻ ഒരു കമ്പനി നിങ്ങളെ എന്തായാലും നിങ്ങൾക്ക് COE എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് തരാതെ നമ്മൾ നാട്ടിൽ നിന്ന് വിസ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ സം കമ്പനി ഷുഡ് ബി റെഡി ടു ടേക്ക് യു. അപ്പൊ അതേപോലെ ഈ വിസകൾ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് വിസകളുണ്ട്. ഇപ്പൊ എഞ്ചിനീയർ വിസ, ഇപ്പൊ ഏറ്റവും ഞാൻ ഒരു കാര്യം പറയാൻ, ഐ ഡോണ്ട് നോ വാട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഓൾ ഓഡിയൻസ് ഹിയർ, ബട്ട് ഇവിടെ കുറെ ഇപ്പൊ ബ്ലൂ കോളർ ജോബ്സ് ഓപ്പണിംഗ് അപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ബ്ലൂ കോളർ ജോബ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഓർ ഡ്രൈവേഴ്സ്, അങ്ങനെ ഹെൽപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് കുറച്ചുകൂടി വിസ എളുപ്പമുള്ള കുറെ കാറ്റഗറീസ്. അപ്പൊ അതില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജപ്പാനിൽ ഓൾമോസ്റ്റ് ഒരു റീസെന്റ് ഒരു 2800-3000 പേരെ ഇവര് ഫോറിനേഴ്സിനെ കൊണ്ടുവന്നു. അപ്പൊ ഇപ്പൊ ഇതുവരെ മെയിൻലി വന്നത് ഫിലിപ്പീൻസ് എന്നും മ്യാൻമാർ എന്നൊക്കെയാണ്. അപ്പൊ അവര് ദേ വോണ്ട് ടു സ്റ്റാർട്ട് ഇൻ ഇന്ത്യ ഓൾസോ. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി അത് നടന്നു പോകുന്നുണ്ട്. പിന്നെ വൺ മോർ തിങ്, എല്ലാവരും ഒന്ന് ഇപ്പൊ നമ്മളെ NSDC എന്ന് പറഞ്ഞ സൈറ്റ്, നമ്മള് അല്ലെങ്കിൽ ഇപ്പൊ ഈ TITP എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, അതായത് ടെക്നിക്കൽ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പൊ അതിലൊരു 28 ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ, അവര് ഇങ്ങോട്ട് ദേ ആർ എലിജിബിൾ ടു സെൻഡ് വർക്കിംഗ് പീപ്പിൾ ഹിയർ. അപ്പൊ അവര് വഴിയും ആക്ച്വലി TITP ഇന്റേൺ ആയിട്ട് വരുന്നുണ്ട് കുറെ പേര്. അപ്പൊ സോ ദാറ്റ്സ് എ വെരി ഈസി തിങ്. അപ്പൊ അങ്ങനെയാണ് നോർമലി വിസയുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇവിടെ. പിന്നെ ഫോർ വിസിറ്റിംഗ് വിസ ഇൻ ജപ്പാൻ, വാട്ട് ആർ ദി പ്രൊസീജിയർ? വിസിറ്റിംഗ് വിസ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 30 days ഓർ മാക്സിമം 90 days വിസ. അപ്പൊ അതിന് ഇഫ് യു ക്യാൻ, ഐ മീൻ നിങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇഫ് യു സം ഗ്യാരണ്ടർ ഈസ് ഹിയർ, ആ രീതിയിലാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്. സബ്ജക്ട് ടു കോവിഡ് ഒന്ന് സെറ്റിൽ ആവണം. കാരണം കറന്റ്ലി ഇന്ത്യൻസ് ആർ ബാൻ ടു കം ഹിയർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആലോചിക്കുക. കാരണം ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറച്ച് കേസസ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഒഫീഷ്യൽ ടു സൈറ്റ് ടു നോ മോർ അബൌട്ട് സ്കോളർഷിപ്സ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജാപ്പനീസ് എംബസിയുടെ സൈറ്റ്, നമ്മുടെ ഇന്ത്യയിലുള്ള ജാപ്പനീസ് എംബസിയുടെ സൈറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ സ്റ്റഡി ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞ വലിയൊരു സെക്ഷൻ ഉണ്ട്, അതിലെല്ലാം ഉണ്ട് അതിനെ കുറിച്ച്. ഓക്കെ, ഐ തിങ്ക് മനു റിപ്ലൈഡ്. യാ, ഓക്കെ. വാട്ട് അബൌട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ BTech ഫ്രഷേഴ്സ്? അപ്പൊ BTech ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞാലും
നോർമലി ഇവിടെ വരുന്നവരെല്ലാവരും നാട്ടിലൊരു 6 മാസം ജാപ്പനീസ് ലാംഗ്വേജ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നവരെ ഇവിടെ നോർമലി ഉള്ളൂ. അല്ലാതെ ഡയറക്ട്ലി റിക്രൂട്ട് ചെയ്ത് വളരെ ഇപ്പൊ IIT മുംബൈസ് അല്ലെങ്കിൽ IIT ഹൈദരാബാദ് അല്ലെങ്കിൽ ഏതൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി അവിടുന്ന് എവിടെ നിന്നൊക്കെ കുറച്ച് പേരൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ റിക്രൂട്ട്മെന്റ് ഇപ്പൊ ക്യുസാറ്റിനുണ്ട്, നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ലക്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാ കൊല്ലവും ഓൾമോസ്റ്റ് 3-4 പേരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കമ്പനീസ്. ബട്ട് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫ്രഷേഴ്സ് ആസ് സച്ച് ഇഫ് ഇറ്റ്സ് നോട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 6 മാസം ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഒരു 6 മാസം ജാപ്പനീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു TITP അങ്ങനത്തെ സെൻഡിങ് ഓർഗനൈസേഷൻ വഴി ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഡയറക്ട്ലി ഫ്രഷേഴ്സിന് ഇങ്ങോട്ട് വരാൻ വളരെ പാടായിരിക്കും. Any website you would suggest so as to know more about? I think Mansan replied. I have worked for Toyo Japan. Okay. What about the opportunity in manufacturing fabrication field like piping, pressure vessel structures? Yes, അതായത് ടോയോ ജപ്പാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇപ്പൊ നമ്മുടെ അവര് മെയിൻ ഇവിടെ കുറെ ഈ ഓയിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് മെയിൻലി ഓറിയന്റഡ് സെക്ഷനാണ്. അപ്പൊ അവരൊക്കെ പ്രൊജക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ മെയിൻലി ആഫ്രിക്കയിലും ഇവിടെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള ഇതിലാണ്. അപ്പൊ അതില് ഇവിടെ മാനുഫാക്ചറിങ് ഫാബ്രിക്കേഷൻ ഫീൽഡിൽ ഓക്കെ പ്രഷർ വെസൽ ഫീൽഡിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഐ തിങ്ക് ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ, ബട്ട് സോ യു ക്യാൻ ട്രൈ കോണ്ടാക്ടിങ് ദം. ബട്ട് എന്നാ ഞാൻ പറഞ്ഞില്ല ജാപ്പനീസ് ഇപ്പൊ ഈ ഇഫ് യു ആർ ഹൈലി സ്കിൽഡ് എഞ്ചിനീയേഴ്സ് മേ ബി ഇറ്റ്സ് വെരി യുവർ ചാൻസ് ഈസ് വെരി ഹൈ. ഐ മീൻ നിങ്ങളുടെ എബിലിറ്റീസ് ഒക്കെ വളരെ ഹൈ ആണ്, നിങ്ങൾ ഇവിടെ വന്ന് ജാപ്പനീസ് പഠിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഈസി. ബട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു നോർമൽ ജാപ്പനീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ആഡ് എ വാല്യൂ ടു യുവർ CV. ജാപ്പനീസ് എന്തായാലും ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഓൾമോസ്റ്റ് ഇവിടെ ജാപ്പനീസ് ഇല്ലാതെ ഒരു 95% ജോബും ജാപ്പനീസ് ഇല്ലാതെ നടക്കില്ല ഇവിടെ. നിങ്ങൾക്ക് ജോലി കിട്ടില്ല ഇവിടെ. ജാപ്പനീസ് ആദ്യം പഠിക്കണം. പിന്നെ ഈസ് ഇറ്റ് നെസസറി ടു ബി സം വൺ ദർ ഇൻ ജപ്പാൻ ടു ഗെറ്റ് വിസിറ്റിംഗ് വിസ? അത് 2 ഓപ്ഷൻ ഉണ്ട്. ജപ്പാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര പൈസ ഉണ്ട്, യു ആർ ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്ന് കാണിച്ചാലും വിസിറ്റിംഗ് വിസ കിട്ടും. ക്യാൻ യു മെൻഷൻ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് നമ്മൾ ദുബായിലൊക്കെ പോയി അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ജോലിയൊക്കെ കണ്ടുപിടിച്ച് കൺവേർട്ട് ചെയ്ത് ഈസി ആയിട്ട് ഇവിടെ ജോലിക്ക് കയറാന്നുള്ള ഒരു പ്രൊസീജിയർ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഹിയർ. അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ കാരണം ഇവിടെ ഒരു ലോങ് പ്രോസസ് ഇറ്റ്സെൽഫ്, ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3-4 മാസം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇറ്റ് വിൽ നോട്ട് അങ്ങനെ ഒരു ഇത് ഇപ്പൊ വെറുതെ കാണാൻ വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് വിസിറ്റിംഗ് വിസയിൽ വരാം. ബട്ട് ഫ്രാങ്ക്ലി ഐ ഡോണ്ട് റെക്കമെൻഡ് ഒരു ജോലിക്ക് ഉള്ള രീതിയിൽ വരുമ്പോൾ അങ്ങനെ വരുന്നത് നെവർ കം എന്നല്ലേ ഞാൻ പറയുള്ളൂ. ക്യാൻ യു മെൻഷൻ സം ഏരിയാസ് streams where there is good demand for employment opportunities? Sorry, I missed major area of the session. ഇപ്പൊ ജാപ്പനീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ആസ് ഐ സെഡ് IT ആണ് ഇവര് മേജർ പുറത്തുനിന്നുള്ളവരെ നോക്കുന്നത്. കാരണം അവർക്ക് അത്ര ഡെവലപ്ഡ് അല്ലാത്ത ഒരു ഫീൽഡാണ്. കാരണം ഇവർ ദേ ആർ വെരി സ്ട്രോങ് ഇൻ മാനുഫാക്ചറിങ്, എസ്പെഷ്യലി ഐ മീൻ ഓട്ടോമൊബൈൽസ് ഓർ ഇലക്ട്രോണിക്സ് ഓർ വാട്ട് എവർ. അവരെന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് നല്ല ബേസും ഉണ്ട്, നല്ല സ്ട്രോങ്ങും ആണ്. സോ അവരിപ്പോഴത്തെ ടെക്നോളജീസ് എന്നൊക്കെ പറഞ്ഞാൽ അവര് 1960-ലൊക്കെ ഉള്ള ടെക്നോളജീസിനെ ഒരു ചെറിയ രീതിയിൽ ഒരു മാറ്റം വരുത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഭയങ്കര ഒരു ലാർജ് സ്കെയിൽ ഇതൊന്നും വേണ്ട. ബട്ട് ന്യൂ ടെക്നോളജീസ് ലൈക്ക് ഇഫ് യു സേ ഇപ്പൊ ഡേറ്റ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ പുതിയ എനർജി ഫ്യൂവൽ സാധനങ്ങൾ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി, അങ്ങനെ ഓരോരോ പുതിയ ഇപ്പൊ ലോകത്തിൽ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിലാണ് മോർ ഓപ്പർച്യൂണിറ്റീസ്. കാരണം ഇതുവരെയുള്ള ടെക്നോളജികളിലെല്ലാം ഓൾമോസ്റ്റ് ദേ ആർ വെരി ഗുഡ്. ഐ മീൻ ജാപ്പനീസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നല്ല മാസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ ക്യാൻ യു മെൻഷൻ സം ഏരിയ സ്ട്രീംസ് വേർ ദർ ഈസ് ഗുഡ് ഡിമാൻഡ് ഫോർ എംപ്ലോയ്മെന്റ്? ഓക്കെ. Do they entertain any kind of foreign student exchange programs? Yeah. So അത് ഞാൻ പറയാൻ അതും they do. Like there are many students who came here like 2 years നമ്മൾ നാട്ടിൽ പഠിച്ചിട്ട് ഇവിടെ 2 year പഠിച്ച് അങ്ങനെ ഇവിടെ ഡിഗ്രി കിട്ടി ഇവിടെ ഉള്ള ആൾക്കാരും ഉണ്ട്. So I know many couple of students, but it depends on your universities. അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആയിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ കൊളാബറേഷൻ ഉണ്ടെങ്കിലാണ് അത്
it's more happening. അതർവൈസ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു റാൻഡംലി ഒരു ഫോറിൻ സ്റ്റുഡൻസിനെ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി കിട്ടി അങ്ങനെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. അപ്പൊ ബേസിക്കലി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് നല്ല ടൈപ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഗുഡ്. ക്യാൻ യു മെൻഷൻ സം? സാർ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലി സെഷൻ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം 1 hourലേക്ക് നമ്മള് അതായത് I think I can continue, but anything major, Manu, what do you think? Shall I explain anything major areas? സാറ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇപ്പൊ കവർ ചെയ്തു. ഇപ്പൊ N5 കുറിച്ച് ചോദിച്ചു, അതും കവർ ചെയ്തു. ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാ ബ്രാഞ്ചിനെ കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇനി ആകെ എനിക്കൊന്ന് വരാത്തൊരു ചോദ്യം ഈ നഴ്സിംഗിനെ കുറിച്ച് മാത്രമേ നമുക്ക് ചോദ്യം വരാതിരുന്നുള്ളൂ. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, അതിനും കൂടി വെച്ചുകൂടി പറയാം. അതായത് ഇവിടെ ബേസിക്കലി 2018 വരെ ഫോറിൻ നേഴ്സസ് എന്ന് പറഞ്ഞാൽ അവരൊരു വലിയൊരു കഷ്ടപ്പാടുള്ള ടെസ്റ്റ് ജാപ്പനീസിൽ എഴുതി കഴിഞ്ഞാലാണ് വരാൻ പാടുള്ളായിരുന്നു. അപ്പോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ നിന്നും ഒരിക്കലും പറ്റില്ല, കാരണം അതൊരു ജാപ്പനീസിൽ ടെസ്റ്റ് എഴുതണം, അതും വളരെ കാഞ്ചികളൊക്കെ ഉള്ള ജാപ്പനീസിൽ. അപ്പൊ അവരത് കഴിഞ്ഞിട്ട് ഭയങ്കര നേഴ്സസ് ഷോർട്ടേജ് ഒക്കെ വന്നപ്പോൾ റീസെന്റ് അവർ റിലാക്സ് ചെയ്തു. അപ്പൊ റിലാക്സ് ചെയ്തിട്ടും ഇപ്പോഴും മെയിൻലി എന്ന് പറഞ്ഞാൽ അവര് ഇപ്പൊ ട്രെയിനിങ് സെന്റേഴ്സും അതിനുള്ള നഴ്സിംഗിനുള്ള ടെസ്റ്റുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ബട്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിലിപ്പീൻസിൽ അവർ തുടങ്ങി. ഫിലിപ്പീൻസിലാണ് അവര് മെയിൻലി നഴ്സസിന് വേണ്ടി തുടങ്ങിയത്. അത് കഴിഞ്ഞ് അവർ സ്ലോലി ഇന്ത്യയിലോട്ട് വന്നു. അപ്പോ ഇന്ത്യയിൽ ഐ നോ വൺ കമ്പനി ലൈക്ക് ബാംഗ്ലൂരിലുള്ള ഒരു TITP, ആസ് ഐ സെഡ്, അതായത് ടെക്നിക്കൽ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ അവര് ഫസ്റ്റ് കുറച്ച് നേഴ്സസ്, ഐ തിങ്ക് 2-3 ബാച്ചസ് ഓഫ് നേഴ്സസിനെ അയച്ചു. അങ്ങനെ അതായത് എനിവേ ലെസ് ദാൻ ഒരു 50 നേഴ്സസാണ് ഇപ്പൊ ജപ്പാനിൽ ഇന്ത്യൻ നേഴ്സസ് ആയിട്ടുള്ളൂ. അപ്പൊ അവര് സ്ലോലി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ്. സോ ഇഫ് യു ഫോളോ ക്ലോസ്ലി ദിസ് TITP പ്രോഗ്രാം, ദ സെൻഡിങ് ഓർഗനൈസേഷൻ, അപ്പൊ അത് ഇനി ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ആസ് ഐ സെഡ്, ഇവിടുത്തെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ഡെലിക്കേറ്റ് ഫീൽഡാണ്. നമുക്കെന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടി നമ്മൾ എക്സ്പീരിയൻസ് ആയ ശേഷമേ നമ്മൾ ഫുള്ളി ഒരു ഇതിലോട്ട് ഇറക്കുള്ളൂ, അതിലോട്ട് ഈവൻ നഴ്സിംഗ് ആയാലും എന്തായാലും. അപ്പോ നോർമലി അവർ ഈ ഓൾഡ് ഏജ് കെയർ ഹോംസിലൊക്കെ കെയർ ടേക്കർ ഒക്കെ ആയിട്ടാണ് നോർമലി അവര് എന്റർടൈൻ ചെയ്യുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഗ്രാജുവലി നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിലോട്ടൊക്കെ മാറുന്ന രീതിയിലാണ് ഇവിടെ നഴ്സിംഗ് ഇത്. അപ്പൊ അതന്നെ വളരെ കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോ അതിന് തന്നെ ഈ TITP വഴി മാത്രമേ വന്നിട്ടുള്ളൂ സോ ഫാർ ആസ് ഐ നോ. ഐ തിങ്ക് ദാറ്റ് ഈസ് കറക്റ്റ്. വളരെ കുറച്ച് പേര് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ TITP എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എന്നാൽ 5 years നിങ്ങൾക്ക് വിസ തരുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് ഇന്ത്യൻ ഗവൺമെന്റും ജാപ്പനീസ് ഗവൺമെന്റും തമ്മിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ അവരുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വന്നിട്ട് ഇന്ത്യയിലെ ആൾക്കാരുടെ സ്കില്ലും കൂട്ടാനും അതേപോലെ ഇവിടുത്തെ ലേബർ ഷോർട്ടേജ് കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് പ്രൊജക്റ്റ് ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് 5 വർഷത്തെ വിസ കിട്ടും. അതിലെന്ന് പറഞ്ഞാൽ സബ്ജക്ട് ടു നിങ്ങളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന സപ്പോർട്ടിങ് ഓർഗനൈസേഷൻ നിങ്ങൾ ആ ഇതിനെ കണ്ടിന്യൂ ചെയ്യണം. അത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ അല്ലെങ്കിൽ ലേറ്റർ തന്നെ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ TITP വേറെ എങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യണം, കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിവേ പ്ലീസ് ഫോളോ. ഓക്കെ, ഇനി ഐ തിങ്ക് ഇതെല്ലാം എനിക്കൊന്ന് ഇറ്റ്സ് ഓൾ കമ്മിങ് ലൈക്ക് എ റെപ്പറ്റീഷൻ. നമ്മളിപ്പോ സയൻസ് വെരി ഡീറ്റെയിൽ സെഷൻ സർ. അല്ല, അത് ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടി പറയാന്ന് വെച്ചാൽ, ഈവൻ ദോ മൈ ഫീൽഡ് ഈസ്, ഞാൻ ഈ ഷിപ്പിംഗ് ഫീൽഡ് ആണെങ്കിലും ഞാൻ കുറെ പേര് ഇങ്ങനത്തെ കുറച്ച് ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഇപ്പൊ റീസെന്റ് വി മെയ്ഡ് എ ഗൈഡ് ലൈൻസ്. അതായത് ഒരു വിസയ്ക്ക് വേണ്ടി കുറെ പേര് പറ്റിക്കപ്പെട്ടത് കൊണ്ട് ജപ്പാനിലെ ഫുൾ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇവിടുത്തെ കുറച്ച് മലയാളികളൊക്കെ ചേർന്ന് ഉണ്ടാക്കിയിരുന്ന ഒരു ഗൈഡ് ലൈൻസ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ഡോക്യുമെന്റ് ഇഫ് യു ആർ സീരിയസ്ലി ലുക്കിംഗ് ഇൻ ടു ജപ്പാൻ. അത് എസ്പെഷ്യലി എന്ത് വിസ ടൈപ്സ് ആണ്, എങ്ങനെയാണ് ഇവിടുത്തെ ചെലവുകൾ അതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മേ ബി ഇഫ് യു കോൺടാക്ട് മീ ഐ ക്യാൻ ഷെയർ ദാറ്റ് ടു, എന്താണ് പേഴ്സണലി കോൺടാക്ട് ചെയ്യാണെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്യും സാർ. നമ്മുടെ ജില്ലാ അസാപ്പിന്റെ ഡിസ്ട്രിക്ട് പേജസ് ഉണ്ട്, അതിലോട്ടെല്ലാം ഷെയർ എന്തായാലും വരും. അപ്പൊ അന്നേരം അതിന്റെ കീഴിൽ മേ ബി ഐ ഗെറ്റ് ദ ലിങ്ക് ഫ്രം യു ആൻഡ് പോസ്റ്റ് ഇറ്റ് അലോങ് വിത്ത് ദ യൂട്യൂബ് വീഡിയോ so that everybody can access it. Okay, I will give to you, Manu.
Yes, sir. I know it has been a hectic day for you, sir. ഇന്നൊരു ഓൺ സൈറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. So അല്ലല്ല, definitely, it was very useful actually. ഭയങ്കര yeah, യൂസ്ഫുൾ ആയിരുന്നു. I'm just worried whether I covered. ഞാനിപ്പോ yes, ഇനി sir. എന്റെ I think ഒരു 1 hour കവർ ചെയ്യുന്നതിന് ഒരു 2-3 hours കാര്യം സാർ ഇപ്പോൾ ഓൾറെഡി 1 hour കവർ ചെയ്തിട്ടുണ്ട്. എവറിത്തിങ് ഇൻ വെരി മച്ച് ഡീറ്റെയിൽ. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒരു ഡൗട്ട്സ് ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടാത്തതായിട്ടുണ്ടാവും. ബാക്കി ഇപ്പോൾ സാറ് ലാംഗ്വേജിന്റെ കാര്യമാണെങ്കിലും അവിടെയുള്ള വർക്കിന്റെ കാര്യമാണെങ്കിലും ഈവൻ യെസ്, 1 person has asked for the contact number. സാറിനത് ഓക്കെ ആണെങ്കിൽ മേ ബി യു ക്യാൻ ഷെയർ ഇൻ ദ ചാറ്റ്. സാറിന്റെ നമ്പർ തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സാറിനെ ബുദ്ധിമുട്ടിക്കരുത്, സാർ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. മേ ബി സോ എന്താ പറയുക, ഒരു ഔപചാരികതയുടെ പേരിൽ ഒരു നന്ദി പറയേണ്ട ഒരു ആവശ്യമുണ്ട്. അതൊരു നന്ദിയിൽ നിൽക്കുന്നതല്ല. കാരണം സാറിപ്പം ഒരു വളരെ ഹെക്ടിക് ആയിട്ടുള്ള, നമ്മള് ഇന്ന് വെള്ളിയാഴ്ചക്കുള്ളിൽ ഇത് ചെയ്യണമെന്ന് ഇന്നലെയാണ് പറയുന്നത്. അത് വളരെ ക്രൂരമായി പോയി എന്ന് എനിക്കറിയാം. എന്നാലും നമുക്കൊരു ഫ്രൈഡേക്കുള്ളിൽ എല്ലാവരും ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതായിരുന്നു എന്ന് തോന്നിയോണ്ടാണ്. ബിക്കോസ് വി ഹാഡ് നമ്മുടെ 3 പ്രോഗ്രാംസ് റൺ ചെയ്യുന്നതിനകത്ത് ജാപ്പനീസിനായിരുന്നു ഒരു അവയർനെസിന്റെ ഒരു ഡൗട്ട്സ്. മേ ബി ഇറ്റ് വാസ് നോട്ട് പോപ്പുലർ ആസ് ജർമ്മൻ ഓർ ഫ്രഞ്ച് എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നി. സോ ഡെഫിനറ്റ്ലി സാറിന്റെ ഈ ഒരു വെബിനാർ വളരെ യൂസ്ഫുൾ ആണ്. ആൻഡ് ഐ വുഡ് ഈ മൊമെന്റിൽ ഐ തിങ്ക് ഐ ഷുഡ് ഓൾസോ താങ്ക് ബിനീഷ് ജോർജ്, എന്റെ സീനിയർ പ്രോഗ്രാം മാനേജർ ആണ് മലപ്പുറം ജില്ലയിൽ. ബിനീഷ് സാറാണ് നമുക്ക് ഈ ഒരു അജയ് സാറിനെ കണ്ടെത്തി തന്നത്. സോ വൺസ് അഗെയിൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് I would like to thank you, sir, for your time. സാറിന് ഇനി സാർ ഇവിടെ ഇരുന്ന് റിപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ I think we again a lot of questions is going to come through. But definitely everybody's time is precious. Anyway, നമുക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ we'll definitely try to get it clarified from you and passed on to the people. Yeah, I think I'm perfectly okay. Like if I need to involve some others also from Japan, I can help in that. Either in specific എന്തിലാണെങ്കിലും ഇപ്പോൾ അക്കാഡമിക്സിലോ അല്ലെങ്കിൽ ഇതിലോ അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ആൾക്കാരും. I said to Binish anyway, thank you Manu and thank you ASAP for this. Actually I think it will be beneficial for many people in Kerala. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു കൺട്രി രാജ്യമായതുകൊണ്ട് നമ്മള് കുറച്ചും കൂടി ഹ്യൂമൻ റിസോഴ്സ് കൂടുതലുള്ള രാജ്യമായതുകൊണ്ട് I think it will be very beneficial for many. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പോ മേ ബി ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ കോഴ്സിന്റെ ഒരു ഡീറ്റെയിൽ മാത്രം ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്ത് വിൽ ജസ്റ്റ് വൈൻഡ് അപ്പ് ദ സെഷൻ. മേ ബി ജസ്റ്റ് ഒരു സമ്മറി മാത്രം ഐ ജസ്റ്റ് സേ ഇത്രയാണ്. I think everybody can see the screen. Yes, 150 hours in the course ആണ് 6,900 ആണ് ഇപ്പൊ ASAP ചാർജ്. ഇറ്റ് ഈസ് ഫോർ N5. What I could understand, സാറി നമ്മൾ ഈ N5 N1 പോകുന്നതല്ലേ ജാപ്പാനീസിന്റെ ഒരു പ്രോഗ്രഷൻ? ഇപ്പൊ ബേസിക്കലി N1 എന്ന് പറഞ്ഞാൽ നേറ്റീവ് ലെവലാണ്. അതായത് നമ്മൾ ഇവിടുത്തെ ജപ്പാൻകാരെ പോലെ തന്നെ ജാപ്പനീസ് പറയുന്ന ആൾക്കാർ. N5 എന്ന് പറഞ്ഞാൽ വെരി ബേസിക്. അപ്പൊ N5 N4 എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഒരു ബേസിക് ലെവൽ. പിന്നെ ഇന്റർമീഡിയറ്റ് ആണ് N3. സോ ഇത്രയാണ് 150 hours ആണ് നമ്മുടെ ട്രെയിനിങ് വരുന്നത്. അലുമിനി അസോസിയേഷൻ ഓഫ് AOTS ആണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. യു വിൽ ബി അറ്റൻഡിങ് ദ ജപ്പാനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. ക്ലാസ്സസ് ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ്. ആൻഡ് എക്സാം ഫീസ് ഈസ് അറൌണ്ട് 2,000 ആണ് നമ്മളോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ ഇറ്റ് ഇസ്. ആൻഡ് കോഴ്സിന് നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഐ വിൽ പുട്ട് ഇൻ ചാറ്റ്. Anybody who is interested for the program can register using the link. And also, if you are having any doubt, I'll share my number here. You can always contact me on this number. And definitely, Anjali, are you there so that we can wind up the session officially? Yeah, sir. Yeah. Please go for a vote of thanks and let us wind up. Okay, so thank you once again everyone for attending this session. I hope it was all helpful for you. ഇനി ജപ്പാനിലേക്ക് പോവാനും നമുക്ക് അവിടെയുള്ള പുതിയ അവസരങ്ങൾ തേടാനും നമുക്കിതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Thank you, sir. Ajay sir, it was a really wonderful session. You covered almost every topic. So എല്ലാവരുടെയും ഒരുവിധമുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ നിർത്താം. താങ്ക് യു വൺ ആൻഡ് ഓൾ.
Thank you once again. Have a good day. Happy evening. Okay. Okay, thank you, sir. Ajay sir, I will definitely be in touch with you. Okay, Manu. Okay, അപ്പൊ sir. see you. Maybe, അപ്പൊ ഞാൻ okay, sir. Thank you once again. ഓക്കെ താങ്ക് യു. നമുക്ക് എന്തായാലും ഞാൻ ആ ലിങ്ക് അയച്ചുതരാം. എനിവേ Yes, sir, yes, sir, definitely. We'll post it, and also we'll mail to all the people who have registered for the program. നമ്മൾ അവർക്ക് അതൊരു മെയിൽ ആയിട്ടും കൊടുക്കാം. ഓക്കെ ഐ തിങ്ക് അതുവഴി എന്താണ് ദേ ക്യാൻ കോൺടാക്ട് us ഓൾസോ. ഇവിടെയുള്ള മലയാളികളായിട്ട് ഐ തിങ്ക് ഐ വിൽ സെൻഡ് എ ഡോക്യുമെന്റ്. അപ്പൊ Yes, sir, that would be better. ഓക്കെ കാരണം ഒരു കോമൺ ക്വറീസ് ഒക്കെ അതിനകത്ത് തന്നെ ഒന്ന് ആൻസർ ആയി പോകുമല്ലോ. അതെ കാരണം ഞങ്ങൾ തന്നെ ഇങ്ങനത്തെ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. കാരണം അല്ല, അത് ഡെഫിനറ്റ്ലി അത് വളരെ വലിയൊരു എഫേർട്ട് തന്നെയാണ്. അവിടെ നിന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണ്ടി പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. സോ താങ്ക്സ് ടു എവരിബഡി ഹു ജോയിൻഡ് us. എല്ലാവരും ഒരു wish you a great evening, and thank you once again. Thank you, sir, for joining us from Japan, and we definitely will try for some more sessions in future. Okay, sure. Okay, see you. Thank you, sir. Okay, thank you. Thank you, sir. Thank you See very much. you. Thank you, sir. Thank you.